നമ്മുടെ ചാനലിൽ 2000 സബ്സ്ക്രൈബ് ആയതിനു ശേഷം പുതിയ ടോപ്പിക്കൊക്കെ ഇടാനൊരു ഐഡിയ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഒരു വർഷമായി. കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇട്ട് തുടങ്ങിയത്. അപ്പം 2025 ഞാൻ ഒരുപാട് കണ്ടൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരാണെന്ന നിലയിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം, ഒരാണെന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. 2025 നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരുപാട് ചേഞ്ച് ആയിട്ടുള്ളൊരു വർഷമാണ് 2025. അതിൽ എന്ത് ഡൗട്ടും ഇല്ല. ഈ ഒരു വർഷമായിട്ട് എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നായിരുന്നു. ബ്രോ, എനിക്ക് പെണ്ണുങ്ങളോട് ഇപ്പം മിണ്ടാൻ പറ്റുന്നുണ്ട്, കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രോ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കമ്മിറ്റഡായി. ഇങ്ങനെയും കുറേ വന്നായിരുന്നു. എനിക്ക് സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് നോ പറയാൻ പറ്റുന്നുണ്ട്, എൻ്റെ ക്യാരക്ടർ എനിക്കിപ്പോൾ സ്ട്രോങ് ആയിട്ട് എന്നെ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്ര നാളായി എൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, എന്തെല്ലാം കാര്യത്തിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയി, ഇതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഈ ചാനലിൽ ഈ വർഷം കംപ്ലീറ്റ് പുതിയ വീഡിയോകളായിരിക്കും വരുന്നത്. അതായത് പുതിയ ടോപ്പിക്ക് ഞാൻ കുറേ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞു. അതായത് റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ വാല്യൂ, അതുപോലെ നിങ്ങളുടെ ബിഹേവിയർ കറക്റ്റ് ആയിരിക്കണം. ഇതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തു. വാല്യൂവിനെക്കുറിച്ച്, ഹൈ വാല്യൂ, ലോ വാല്യൂവിനെക്കുറിച്ച് ഒരു വർഷമായിട്ട് കുറേ വീഡിയോ ഞാൻ ചെയ്തു. പിന്നെ ക്യാരക്ടറിനെ കുറിച്ച്, നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്യണം, ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യണം, നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെ സ്ട്രോങ് ആക്കണം, അതിനെക്കുറിച്ച് ഇനി വീഡിയോ വരത്തില്ലെന്നല്ല, വരും. എന്നാലും കംപ്ലീറ്റ് പറയാത്ത കണ്ടൻറ്റിനെ കുറിച്ചായിരിക്കും ഇനി വീഡിയോ ഇടുന്നത്. പിന്നെ കമൻറ്റ് റിപ്ലൈ തരുന്നില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. അതെല്ലാം ഞാൻ ഷോർട്ടാക്കിയിടും. ഓരോ കമൻറ്റിൻ്റെ റിപ്ലൈ ഷോർട്ടാക്കി ഇടാനുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവൈലബിലിറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവാം. അവൈലബിലിറ്റി റൂളിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴും ടക്കെന്ന് റിപ്ലൈ കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് നിങ്ങൾ അവൈലബിൾ ആവാൻ പാടില്ല, എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആവാൻ പാടില്ല. അവൈലബിലിറ്റി കൂടിയ ഇൻട്രസ്റ്റ് കുറയും, അവൈലബിലിറ്റി കൂടിയ ഡിമാൻഡ് കുറയും, അവൈലബിലിറ്റി കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഇത്ര ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അവൈലബിലിറ്റി റൂൾ നിങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ അവൈലബിലിറ്റി റൂളിൽ തന്നെ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ റൂൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ തന്നെ ഇങ്ങനെ തരംതിരിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ ഒരു 9 റൂൾസ് കിട്ടി. അതിൽ 3 ഞാനിവിടെ പറഞ്ഞുതരാം. അത് അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആ 3 റൂൾസാണ്. ഒന്ന്, അവൈലബിലിറ്റി ആൻഡ് പ്രോസസ്സ്. അവൈലബിലിറ്റിയും അതുപോലെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അവരുടെ ഇൻട്രസ്റ്റ് കൂട്ടുന്ന ഒരു പ്രോസസ്സ്, ഇതും തമ്മിലൊരു കണക്ഷനുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തേത് അവൈലബിലിറ്റി ആൻഡ് ക്വാളിറ്റി. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ചെറുതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ അവൈലബിലിറ്റിയും അതുപോലെ നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് രണ്ടും തമ്മിലൊരു കണക്ഷനുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. മൂന്നാമത്തേത് അതർ ഇൻറ്റൻഷൻ അവൈലബിലിറ്റി. അതായത് പെണ്ണുങ്ങൾ തന്നെ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിക്കും നമ്മുടെ അവൈലബിലിറ്റി ചോദിച്ചുകൊണ്ട്, അവരുടെ അവൈലബിലിറ്റി തരാൻ വേണ്ടി. ഓക്കെ, അവിടെ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം അതിനെക്കുറിച്ചും പറഞ്ഞുതരാം. പിന്നെ അഡീഷണൽ എക്സ്ട്രാ ആയിട്ട് അവൈലബിലിറ്റി ആൻഡ് പ്രയോറിറ്റി, ഇതിനെക്കുറിച്ചും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എന്താണ് അവൈലബിലിറ്റി എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കാര്യം കിട്ടുന്നത് മാത്രമല്ല, ഒരു കാര്യത്തിൻ്റെ ലഭ്യത മാത്രമല്ല. അതായത് ഇപ്പം ബിസിനസ് എല്ലാത്തിലും അവൈലബിലിറ്റി എന്ന് പറയുന്ന റോളുണ്ട്. അതിലൊക്കെ നോക്കിയാൽ ഒരു കാര്യത്തിൻ്റെ ലഭ്യതയാണ് അവൈലബിലിറ്റി. ഇപ്പോൾ ചാറ്റ് ജിപിടിയിൽ ചോദിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, ഒരു കാര്യത്തിൻ്റെ ലഭ്യതയാണ് അവൈലബിലിറ്റി എന്ന് പറയും. എന്നോട് ചോദിച്ചാൽ അത് മാത്രമല്ല അവൈലബിലിറ്റി. ഞാനിപ്പം ഒരു കാര്യം എഴുതി വെച്ചത് മാത്രം വിഴുങ്ങുന്ന ആളല്ല. ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ സൈക്കോളജിസ്റ്റ് വന്ന ഒരു പോയിൻ്റ് പറഞ്ഞാലും സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും ഞാനത് ശരിയാണെന്ന് തിരിച്ചു ചോദിക്കുന്ന ആളാണ്. അപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമുക്ക് ഒരു കാര്യം ഫീൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഇപ്പം ഫെൽറ്റ് പ്രസൻസ്, അതുപോലെ ഇമോഷണൽ അവൈലബിലിറ്റി, ഇതുപോലുള്ള കാര്യത്തിനെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബ്രെയിന് ഒരു കാര്യത്തിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നോളജ് വരാൻ തുടങ്ങും. ഇങ്ങനെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ കാര്യത്തിനെക്കുറിച്ച് ഉള്ളിൽ നിന്ന് തന്നെ പല 360 ഡിഗ്രിയിൽ നിന്ന് നോളജ് വരാൻ തുടങ്ങും, പുതിയ കാര്യങ്ങൾ വരാൻ തുടങ്ങും. എക്സ്പെഷ്യലി നമ്മൾ ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതുപോലെ ഞാൻ പറയുന്നത്, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. അതായത് ഒരു കാര്യം കിട്ടുന്നതല്ല അവൈലബിലിറ്റി. ആ കിട്ടുന്ന കാര്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് അവൈലബിലിറ്റി. അതായത് ഞാൻ പറയാം, ഇപ്പം നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെന്ന് വിചാരിച്ചോ. കണ്ണ് കാണാത്ത നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഏറ്റവും അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അടുത്ത് വന്നിരുന്നാലും നിങ്ങൾ അറിയത്തില്ല. മനസ്സിലായോ? സത്യത്തിൽ നിങ്ങൾക്ക് അയാൾ അവൈലബിൾ ആണ് ഇപ്പം. അതായത് നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ അടുത്ത് തന്നെ അയാൾ ഇരിപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ അയാളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്, അയാൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പം അയാൾ നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷേ അതല്ല അവൈലബിലിറ്റി. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. അതെപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ അറിയുമ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു കാര്യം കിട്ടുന്നതല്ല അവൈലബിലിറ്റി. എനിക്കിത് കിട്ടുന്നുണ്ട്, ഇതിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതാണ് അവൈലബിലിറ്റി. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ പറയാം. റിലേഷൻഷിപ്പിൽ കാമുകയും തമ്മിൽ ഡെയിലി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഡെയിലി സംസാരിക്കുന്നുണ്ട്, പക്ഷേ കാമുകി അടുപ്പത്തിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ വേണോ വേണ്ടേ വെറുതെ പേരിന് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ അവനത് ഫീൽ ചെയ്യത്തില്ല. ഇവളെ എനിക്ക് അവൈലബിൾ ആവുന്നുണ്ടെന്ന് അവന് ഫീൽ ചെയ്യത്തില്ല. കാരണം മനസ്സിലായോ? വെറുതെ അടുത്തുണ്ട്, അത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ കേട്ടിട്ടില്ലേ, എൻ്റെ കാമുകി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട്
ഒരുപാട് ദൂരെയാണ്, ഞങ്ങൾ ഒരുപാട് ദൂരം ഉണ്ടെന്ന് പറയും, കാരണം അവർ തമ്മിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. പക്ഷേ വേറെ ചിലരുണ്ട്, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, ഇന്ത്യയിലുള്ള പയ്യൻ അമേരിക്കയിലുള്ള പെണ്ണായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും റിലേഷൻ. എന്നാൽ അവർ പറയുന്നത് എങ്ങനെ ആയിരിക്കും, അവർ തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, നീ എത്ര ദൂരമാണെങ്കിലും നീ എൻ്റെ അടുത്ത് തന്നെ എന്ന് പറയും. ഓക്കെ, അപ്പം അവൈലബിലിറ്റി എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ, ജസ്റ്റ് അത് അടുത്ത് കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ലഭ്യതയോ ഒന്നുമല്ല, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഇതാണ് അവൈലബിലിറ്റി. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറഞ്ഞാൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം കിട്ടുന്ന അവസ്ഥയല്ല, കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇനി വീഡിയോ തുടങ്ങാം. ആദ്യത്തെ റൂള് അവൈലബിലിറ്റി ആൻഡ് പ്രോസസ്സ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യത്തിനും പ്രോസസ്സുണ്ട്. ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കോർ പ്രോസസ്സ് മാത്രം ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി, ബാക്കി എല്ലാത്തിലും നമ്മൾ ഫ്ലോഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ റിലേഷൻഷിപ്പിനും ഒരു പ്രോസസ്സുണ്ട്. അതായത് ഒരാണും പെണ്ണും ഇഷ്ടപ്പെടുന്നെങ്കിലും അവർ പോലും അറിയാതെ അവരൊരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആ പ്രോസസ്സിനൊരു റോളുണ്ട്. ഇന്നത്തെ കാലത്ത് സൈക്കോളജി വെച്ച് നമ്മളത് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതറിയാത്ത കാലത്ത് പോലും ഇതേ രീതിയിൽ തന്നെ അത് വർക്കായിക്കൊണ്ടിരുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിലായ ആളുകളെല്ലാവരും അറിയാതെ തന്നെ ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, ശരിയായിട്ട് തന്നെ. അതായത് ആ പ്രോസസ്സിന് കുറച്ച് റോളുണ്ട്. ചിലരുടെ സ്വഭാവം നാച്ചുറലി തന്നെ അവരുടെ ജന്മന ഉള്ള സ്വഭാവം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം തന്നെ ആ പ്രോസസ്സിന് ഇണങ്ങുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ആ പ്രോസസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള സ്വഭാവം അവർ പോലും അറിയാതുള്ള ആളുകൾ അങ്ങനത്തെ സ്വഭാവമുള്ള ഒരാണും പെണ്ണോടെ മിണ്ടുമ്പോൾ അവർ പോലും അറിയാതെ ആ പ്രോസസ്സ് ഡെവലപ്പായി റിലേഷൻഷിപ്പിലോട്ട് പോകും. അപ്പോൾ ചിലരുടെ സ്വഭാവം നാച്ചുറലി തന്നെ അവരുടെ സ്വഭാവം തന്നെ ആ പ്രോസസ്സിന് എതിരായിട്ടുള്ളതായിരിക്കും, അതായത് അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അതുപോലുള്ള രണ്ടുപേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോ ആ സ്വഭാവമുള്ളവരാണെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തില്ല. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ആകാതെ പോകും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ ഇതാണ്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് റിപ്പീറ്റ് പറയുന്നില്ല. ഇവിടെ അവൈലബിലിറ്റിയെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്രോസസ്സ് സ്റ്റക്കായി നിൽക്കുമ്പോൾ അവൈലബിലിറ്റി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവൈലബിലിറ്റി കൊടുക്കാൻ പാടുള്ളൂ. അതായത് പ്രോസസ്സ് ഇല്ലാതെ അവൈലബിലിറ്റി മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ അത് വർക്കാവത്തില്ല. അതുപോലെ എല്ലാ പ്രോസസ്സിനും അവൈലബിലിറ്റി വേണമെന്നില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് ഉദാഹരണം കിട്ടുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണം വല്ലാത്ത ഉദാഹരണമൊക്കെ കിട്ടുന്നത്, ഞാൻ പറഞ്ഞുതരാം. പണ്ടില്ല വാറ്റാൻ വേണ്ടി ഇങ്ങനെ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കും. ഓരോ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് വാറ്റാൻ വേണ്ടി അത് അടച്ചു വെക്കും. ഓക്കെ, അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കുന്ന എക്സാമ്പിൾ എടുത്തു. ഇത് അടച്ചു വെച്ച് ഇതിനകത്തൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും ദിവസങ്ങൾ കഴിയുന്തോറും. ഒരു 6 മാസം വെച്ചോ. ഓക്കെ, വൈൻ്റെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ വാറ്റാൻ വേണ്ടി ഒരു 4, 5 അല്ലെങ്കിൽ 20 ദിവസം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ എയർ കയറുന്നതും അതുപോലെ ആൽക്കഹോൾ ഉണ്ടാകുന്നതും കുറച്ച് പ്രോസസ്സുണ്ട്, ഈസ്റ്റ് ഇതാവുന്നതും കുറേ കാര്യങ്ങൾ. ഇന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടി നമ്മൾ അതിനങ്ങ് വിടുവാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനുള്ള ടൈമും കൊടുക്കുകയോ ചെയ്യുന്നത്. ഇത് ആ പ്രോസസ്സ് നടക്കാതെ ആ ടൈം പീരീഡ് കംപ്ലീറ്റ് ആയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ. ഇനി റിയലായിട്ടുള്ള എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു ഗേളുമായിട്ട് മിണ്ടി നമ്പർ വാങ്ങി. ഓക്കെ, നമ്പർ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടു. അപ്പോൾ മെസ്സേജ് ഇടുമ്പോഴും നിങ്ങൾക്ക് തോന്നുവാണ് ഇതങ്ങോട്ട് ഇമ്പ്രൂവ് ആവുന്നില്ല, ജസ്റ്റ് മിണ്ടുന്നേ ഉള്ളൂ എന്ന് തോന്നുക. നിങ്ങൾ കോൾ വിളിക്കുന്നുണ്ട്, മെസ്സേജ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല, നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതാ കുഴപ്പമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും പറയുവാണ്, സെഡക്ഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നുണ്ടോ? നിങ്ങൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന് വിളിച്ചു, നാളെ വിളിച്ചു. ഓക്കെ, ഡെയിലി ഒരു മണിക്കൂർ സംസാരിക്കുന്നു, 1 മണിക്കൂർ ചാറ്റ്. ഓക്കെ, മൊത്തം 2 മണിക്കൂർ നിങ്ങൾ അവൈലബിൾ ആവുന്നുണ്ട്. 1 മണിക്കൂർ ചാറ്റ്, 1 മണിക്കൂർ കോൾ. അവരിങ്ങോട്ടും മിണ്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാൻ ഞാനൊന്ന് അട്രാക്റ്റീവായിട്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഇപ്പോൾ സെറ്റായേനെ, ഞാനൊന്ന് നല്ലപോലെ മെസ്സേജ് ഇട്ടെങ്കിൽ സെറ്റായേനെ. കാരണം ഞാൻ മെസ്സേജ് ഇടുമ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്, ഞാൻ വിളിക്കുമ്പോൾ എപ്പോഴും എടുക്കുന്നുണ്ട്, ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും വിളി മെസ്സേജേ ഉള്ളൂ, കാര്യമായിട്ട് പ്രോഗ്രസ് ഇല്ല. ഇതില്ലേ ഈ തോന്നുന്ന ചിന്തയില്ലേ, അതായത് വിളിക്കുന്ന മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട്, കാര്യമായിട്ട് പ്രോഗ്രസ് ഇല്ല. ഇതാണ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, അതായത് അവിടെ പ്രോസസ്സ് നടക്കുന്നില്ല. അവർ സൈക്കോളജിക്കലി നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ആവുന്നില്ല. ഇത് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. അതായത് പ്രോസസ്സ് അവിടെ സ്റ്റക്കാണ്. ഇവിടെ നിങ്ങൾ അവൈലബിൾ ആയാൽ ഇതാണ് കുഴപ്പം, അവിടെ ഇൻട്രസ്റ്റ് റൈസ് ആവത്തുമില്ല, ഉള്ള ഇൻട്രസ്റ്റ് ഡൗൺ ആവും. അതായത് നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളോട് സംസാരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 40% എങ്കിലും വരും, എന്നാലേ നിങ്ങൾക്ക് നമ്പർ തരത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 40% എങ്കിലും ഉണ്ട്, അതിൽ കൂടുതലും കാണും ചിലപ്പം. കുറഞ്ഞത് 40% ഉണ്ട്. അപ്പം നിങ്ങൾ പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ അവിടെ അവൈലബിൾ ആവില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ട്, അതായത് മൊത്തത്തിൽ ജസ്റ്റ് അതായത് വെറുതെ അപ്ഡേറ്റിന് വേണ്ടി ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, അതുപോലെ എന്തെങ്കിലും എന്താ പരിപാടി എന്ന് ചോദിച്ച് ഡെയിലി ഒരു 1-2 തവണ സംസാരിച്ചിട്ട്, അത് വളരെ കുറച്ചേ സംസാരിക്കാവൂ. അങ്ങനെ ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് നല്ലോണം അകന്ന് നിന്നിട്ട് നിങ്ങൾ എവിടെ പോയി അത് പഠിക്കാൻ പറ്റുമോ അത് പോയി പഠിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ അവർ മിണ്ടാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അങ്ങോട്ട് മിണ്ടാൻ തോന്നും. ഇതൊന്നും കാര്യമില്ല. പ്രോസസ്സ് നടക്കാത്തടത്ത് അവൈലബിൾ ആയിരുന്ന ഒരു ഗുണമില്ല, അത് അവരുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കത്തുള്ളൂ. ആ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആവാതിരുന്നാൽ അത് ഇപ്പോൾ ഏത് സ്റ്റേജിലുണ്ടോ അവിടെ തന്നെങ്കിലും നിൽക്കാനെങ്കിലും ഹെൽപ്പ് ചെയ്യും. അതായത് ഇതിലും കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, എന്നാൽ പോലും
പ്രോസസ്സ് നടക്കാത്തടുത്ത് നിങ്ങൾ കൊടുക്കുന്ന അവൈലബിലിറ്റി എത്ര ചെറുതാണെങ്കിൽ അത് കൂടുതൽ അവൈലബിലിറ്റിയാണ്. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. എനിക്കൊരു 18-19 വയസ്സുള്ള സമയത്ത് എനിക്ക് ഒരുപാട് അറിയത്തില്ലെങ്കിൽ പോലും സൈക്കോളജി ഞാൻ എങ്ങനെയെങ്കിലും കമ്മിറ്റഡ് ആവും. കുറച്ചൊക്കെ എനിക്കറിയായിരിക്കും, അതൊക്കെ വെച്ച് ഞാൻ കമ്മിറ്റഡ് ആവും. ഒരു സൈഡിൽ കൂടെ 3-4 ഗേൾസിനോട് മിണ്ടിക്കൊണ്ടിരിക്കും, മറ്റേ സൈഡിൽ പുതിയ ഗേൾസിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ കമ്മിറ്റഡ് ആവും ഏതെങ്കിലും ഒരെണ്ണത്തിനടുത്ത്. ഇപ്പോൾ കമ്മിറ്റഡ് ആയിട്ട് ആ റിലേഷൻഷിപ്പിൽ വന്നിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതേ പ്രശ്നം, എനിക്ക് മെയിൻ പ്രശ്നം എനിക്ക് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അതായത് ഇൻറ്റിമസി ആവാൻ പറ്റുന്നില്ല, ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ചില സമയത്ത്. വെറുതെ സംസാരിക്കുന്നുണ്ട്, അവർ നല്ല ഇൻട്രസ്റ്റ് മിണ്ടുന്നുണ്ട്, പക്ഷേ ഒരു ക്ലോസ്നെസ് അടുത്ത ലെവലിലേക്ക് പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേ കാര്യം തന്നെ, അതായത് അവിടെ പ്രോസസ്സ് നടക്കുന്നില്ല. എനിക്ക് വാല്യൂ ഉണ്ട്, എല്ലാം ഓക്കെ, വാല്യൂ ഉണ്ട്, എന്നെ വാല്യൂ ആയിട്ട് തന്നെ കാണുന്നുണ്ട്, അവരിങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, എഫേർട്ട് ബാലൻസ് ആവുന്നുണ്ട്, എല്ലാം ഓക്കെ. പക്ഷേ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ പ്രോസസ്സ് നടക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതുപോലെ ബ്രേക്ക് എടുക്കും. അതായത് അപ്ഡേറ്റിന് വേണ്ടി മാത്രം മെസ്സേജ് ഇടും. അതായത് അവൈലബിലിറ്റി വളരെ കുറച്ച്, ഡെയിലി ഹായ് ഹലോ, അതുപോലെ കഴിച്ചോ കുടിച്ചോ സുഖമാണോ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് മാത്രം സംസാരിക്കും. കാരണം അവിടെ അവൈലബിലിറ്റി ഒരുപാട് കൂടിയാൽ പ്രോസസ്സ് നടക്കുന്നില്ല, വെറുതെ സംസാരിച്ചുകൊണ്ടങ്ങ് പോകുമായിരിക്കും. ഡെയിലി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ അത്രയില്ല, ചാറ്റിൽ ഒരു 5-10 ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അതായത് നമ്മൾ പിണക്കമൊന്നുമല്ല, നമ്മൾ വേറെ പെണ്ണുങ്ങളോട് മിണ്ടുന്നതുകൊണ്ടൊന്നുമല്ല, നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം മിണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാക്കി ടൈമിൽ ഒരു 3-4-5 ദിവസത്തേക്ക് ഇങ്ങനെ ഇതുപോലെ ബ്രേക്ക് എടുത്തിട്ട് ആ ടൈമിൽ പോയി എനിക്ക് അന്ന് ഒരുപാട് പ്ലേ ബോയ്സിനോടൊക്കെ ഞാൻ മിണ്ടും. അവരോട് പോയിട്ട് എങ്ങനെ ഫ്ലേർട്ട് ചെയ്യണം, എങ്ങനെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കണം, എങ്ങനെ അടുത്ത ഇതിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അവരോട് ഒരുപാട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഒരു 3-4-5 ദിവസം ഇതേപോലെ ബ്രേക്കായിട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടി തുടങ്ങും. പിന്നെ അട്രാക്റ്റീവായിട്ട് ഞാൻ ബിഹേവ് ചെയ്ത് തുടങ്ങും, എല്ലാം ഓക്കെ ആവും. ഇവിടെ സ്പേസ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് സ്പേസ് എടുത്ത് പോകരുത്. അതായത് മൊത്തത്തിൽ സ്പേസ് എടുക്കണോ വേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് ഒരളവിന് ഒരു ആവറേജ് ആയിട്ടെങ്കിലും നല്ലതുപോലെ മിണ്ടുന്ന ഒരു ഗേളാണെങ്കിൽ മൊത്തത്തിൽ സ്പേസ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതായത് നിങ്ങൾ വിളിക്കുമ്പോൾ നല്ലപോലെ മിണ്ടുന്നുണ്ട്, വല്ലപ്പോഴെങ്കിലും ഇങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്, അതിനോട് നിങ്ങൾ മൊത്തത്തിൽ എടുക്കണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ പേടിയായിരിക്കും, അതായത് ഞാനിപ്പോൾ നിർത്തിയ വേറെ ആരെങ്കിലും ഒന്ന് അടിച്ചുകൊണ്ട് പോയാലോ എന്ന്. ഇപ്പോൾ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് പേടിച്ച് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നാൽ പ്രോസസ്സ് നടക്കുന്നില്ല. പ്രോസസ്സ് നടക്കാത്തടത്ത് നിങ്ങളുടെ അവൈലബിലിറ്റി ആവശ്യമില്ല, മനസ്സിലായോ? അത് ഞാൻ മുമ്പ് എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങൾ മാറ്റാൻ വേണ്ടി സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് 500 വർഷം വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. അതായത് ആ പ്രോസസ്സ് നടക്കാത്തിടത്തോളം കാലം നിങ്ങൾ കൊടുക്കുന്ന എത്ര ടൈം നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി വിടുന്നു അതിന് ഗുണമില്ല. അപ്പോൾ നിങ്ങളോടൊരു നോർമൽ ഇൻട്രസ്റ്റ് അല്ല അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തോ കാര്യത്തിൽ അട്രാക്റ്റീവ് അല്ല. അപ്പോൾ നിങ്ങൾ അത് ഓക്കെ ആക്കുന്നത് വരെ നിങ്ങളൊരു ഓട്ടോ പൈലറ്റ് മോഡിലോട്ട് പോകണം. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ജസ്റ്റ് അപ്ഡേറ്റിനായിട്ട് നിങ്ങൾ അവരോട് വലിയ പിണക്കമൊന്നുമില്ല, അകൽച്ചയൊന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഡെയിലി മെസ്സേജ്, അതും വളരെ അവൈലബിലിറ്റി കുറച്ചിട്ട് നിങ്ങളവിടെ ചെറുതായിട്ട് നിന്ന് പ്രസൻറ്റ് ഇട്ടിട്ട് വരുന്ന പോലെ ചെല്ലുന്നു, മിണ്ടുന്നു, കുറച്ച് നേരം മിണ്ടുന്നു. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണം, അതായത് കൊടുക്കേണ്ട ചെറിയൊരു അവൈലബിലിറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത്രയും തോന്നിയാൽ മതി, ഒരുപാട് നേരം മിണ്ടണ്ട. എന്നിട്ട് നിങ്ങൾ എന്ത് ഇഷ്യൂ ആണോ അത് കറക്റ്റാക്കിയിട്ട് വീണ്ടും വന്ന് മിണ്ടുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾ അട്രാക്റ്റീവായിട്ട് തോന്നുമ്പോൾ എല്ലാം ഓക്കെ. അതല്ലാതെ നിങ്ങൾ പ്രശ്നം മനസ്സിലാക്കിയിട്ടോ അതവിടെ വെച്ചിട്ട് വീണ്ടും നിങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി അവർക്ക് ബോറടിച്ച് തുടങ്ങും. ഓക്കെ, അതായത് ഇപ്പം മിണ്ടുന്ന ഇതും പിന്നെ കാണത്തില്ല. പിന്നെ നിങ്ങളെ ഇഷ്യൂ, അതായത് നിങ്ങൾ പിന്നെ പോയി മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് നേരെ ആക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ചെന്നാലും ഗുണമില്ല. കാരണം അവർക്ക് നിങ്ങളുടെ വെറും കിട്ടുന്ന അവൈലബിലിറ്റി തന്നെ അവർക്ക് ബോറടിച്ച് തുടങ്ങി. അതായത് മുമ്പേ ആണെങ്കിൽ ചാൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രോസസ്സ് മാത്രമേ നടക്കാതുള്ളൂ, അവൈലബിലിറ്റി എങ്കിലും അവർക്ക് ഇഷ്ടമായിരുന്നു മുമ്പേ. അപ്പം ആ ടൈമിൽ അവർക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും നിങ്ങളുടെ അവൈലബിലിറ്റി ഇഷ്ടമായിട്ട് നിങ്ങളോട് മിണ്ടും. ആ സമയത്ത് നിങ്ങളുടെ പ്രോസസ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ അവൈലബിലിറ്റി അവർ സമ്മതിക്കുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ പ്രോസസ്സ് മിസ്റ്റേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അത് നിങ്ങൾ ശരിയാക്കുന്നുമില്ല, നിങ്ങൾ അവൈലബിലിറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പം, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു ഗേളിനോട് നിങ്ങൾക്ക് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യാൻ അറിയാമെങ്കിൽ പോലും അതിന് ഫസ്റ്റ് അവർ നിങ്ങൾക്ക് അവൈലബിൾ ആവണം. അത് സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് കാര്യം. മൊത്തം ഇൻട്രസ്റ്റ് പോയതിനു ശേഷം നിങ്ങൾ തിരിച്ചു വന്നാൽ അവർ അവൈലബിൾ പോലും ആവത്തില്ല. ഇത് വേണം മനസ്സിലാക്കാൻ. ഇനി ഇത് തന്നെ വേറെ രീതിയിൽ പറയാം. ഞാൻ മുമ്പ് പണ്ടൊരു പ്ലേ ബോയുടെ വീഡിയോ ഇട്ടല്ലോ, അതിൽ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പോൾ പ്ലേ ബോയ് ആയിട്ടുള്ളവർ തുടക്കത്തിൽ ഒരു ക്രഷാണ്, നല്ല ഭംഗിയുള്ള പെണ്ണായിരിക്കും, അവളോട് പോയി മിണ്ടത്തില്ല, അവളെ സൈഡിൽ മാറ്റി നിർത്തിയിരിക്കും. കാരണം അവളോട് പോയി മിണ്ടാൻ അറിയാത്തതുകൊണ്ട്, എങ്ങനെ മിണ്ടണമെന്ന് അറിഞ്ഞൂടാ, എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് പോയി മിണ്ടത്തില്ല. കാരണം അവനറിയാം ചെന്ന് മിണ്ടിയാൽ വെറുതെ മിണ്ടാനേ പറ്റൂ, പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് തന്നെ സബ് കോൺഷ്യസ് ആയിട്ട് അറിയാം അവൻ്റെ അവൈലബിലിറ്റി അവിടെ ശരിയാവത്തില്ല, വെറുതെ പോയി അവൈലബിൾ ആയിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യും, അവനേക്കാൾ ലുക്ക് കുറഞ്ഞതോ ലോയർ വാല്യൂ ആയിട്ടുള്ള കുറേ ഗേൾസിനോട് മിണ്ടുമ്പോഴേ കുറേ അടുത്തുനിന്ന് മിസ്റ്റേക്ക് വരും, കുറേ പെണ്ണുങ്ങൾ റിജക്റ്റ് ചെയ്യും. ഒരുപാട് അടുത്ത് നമുക്ക് കാര്യങ്ങളെല്ലാം പഠിച്ച് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിന് ശേഷം വന്ന് ഈ ഗേളിനോട് അപ്രോച്ച് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ
അപ്പോഴവനറിയാം ആ പ്രോസസ്സ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവന് കറക്റ്റായിട്ട് അറിയാം. അതിന് വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പം എക്സ് ബാക്കിനെ കുറിച്ച് പറയാം. ഇപ്പോൾ എക്സ് ബാക്കിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. എക്സ് ബാക്കിൽ മെയിനായിട്ട് ഞാൻ മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലെന്ന് അവർക്കൊരു ഡൗട്ട് വരണം. അതുണ്ടെങ്കിലേ അവർ വീണ്ടും തിരിച്ചു വരത്തുള്ളൂ, അവരെ വീണ്ടും അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ് വന്നൊന്നും മിണ്ടുന്നത്, അല്ലെങ്കിൽ എക്സിനോട് അങ്ങോട്ട് മിണ്ടിയ ഉടനെ വീണ്ടും എന്ത് പറ്റും, പഴയ മെമ്മറീസിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറയും. പണ്ട് നമ്മൾ എവിടെയൊക്കെ പോയിരുന്നല്ലേ, പണ്ട് നമ്മൾ കടപ്പുറത്ത് പോയ ഓർമ്മയുണ്ടോ, കപ്പലണ്ടി തിന്ന ഓർമ്മയുണ്ടോ, അമേരിക്കയിൽ പോയ ഓർമ്മയുണ്ടോ, ആണ്ടിപ്പട്ടിയിൽ പോയ ഓർമ്മയുണ്ടോ, ഇങ്ങനെ പറഞ്ഞ് അതായത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കുവാണ്, പഴയ റിലേഷനെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാണ്. അപ്പോൾ വീണ്ടും അവൻ എന്നെ സെഡ്യൂസ് ചെയ്യാൻ വന്നിരിക്കുക, വീണ്ടും അവൻ പഴയ റിലേഷൻ പൊടി തട്ടിയെടുക്കാൻ വന്നിരിക്കുമെന്ന് അവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് അവൈലബിലിറ്റി കൊടുക്കുമ്പോഴും എല്ലാവർക്കും പച്ചയായിട്ട് മനസ്സിലാവും ഇവൻ എനിക്ക് ഒരുപാട് അവൈലബിലിറ്റി തരുന്നു. അതായത് ഉള്ളിൽ തോന്നുന്നൊരു ഇതാണ്, ഇവൻ എന്നോട് ഒരുപാട് അടുപ്പത്തിന് വേണ്ടി വരുവാണ്, വീണ്ടും പഴയത് ഓർമ്മിപ്പിച്ച് എന്നോട് ഒരുപാട് അടുപ്പത്തിന് വേണ്ടി വരുവാണ് എന്ന് തോന്നുന്ന ഏതൊരു പെരുമാറ്റവും നിങ്ങളെ വീണ്ടും തള്ളി വയ്ക്കത്തുള്ളൂ, അതായത് പുഷ് ചെയ്യത്തുള്ളൂ, അവരെ വീണ്ടും അകറ്റത്തേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഇവനിപ്പോഴും എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, പഴയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നണം. ഇവൻ മുമ്പത്തെ പോലെ എന്നെ ചേസ് ചെയ്യുന്നില്ല. മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രപ്പോസ് ചെയ്യുമായിരുന്നു, ഒരു ചാൻസ് കൂടെ തരുമെന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ചോദിക്കുന്നില്ല. എന്തായിരിക്കും, ഇവനിപ്പോഴും എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇൻട്രസ്റ്റ് ഇല്ല, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ എഫേർട്ട് എടുക്കാൻ തുടങ്ങും ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ ഇത് ഞാൻ പറയാൻ കാരണം ഇവിടെ അവൈലബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇവിടെയും ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കേണ്ട ക്വാളിറ്റി അവൈലബിലിറ്റിയിൽ മാത്രം, അതായത് വളരെ കുറച്ച്. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നണം ഞാനൊരു ആവറേജ് അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു ആവറേജ് അവൈലബിൾ ആയിട്ട് ചെന്ന് മിണ്ടിട്ടുണ്ട്. ഡെയിലി ഒരു 1-2 തവണ ചാറ്റ്, രാവിലെ വൈകുന്നേരം ഒരു 10 മിനിറ്റോ എല്ലാം ചാറ്റ്, അത് കഴിഞ്ഞിട്ട് 10-20 അല്ലെങ്കിൽ 15 മിനിറ്റ് കോൾ, ഇതൊക്കെ മതി. ഓക്കെ, അവർ നല്ലപോലെ മിണ്ടുന്നുണ്ട്, നല്ല ഇതായിട്ട് മിണ്ടുന്നുണ്ടെങ്കിൽ ഒരു 20 അരമണിക്കൂറോ. എന്തിനിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു പ്രോസസ്സുണ്ട്. അതായത് എക്സ് ബാക്ക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉടനെ ആയിരിക്കത്തില്ല, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്ന പോലെ ആയിരിക്കും. അതായത് അവരുടെ ഉള്ളിൽ ഈ കൺഫ്യൂഷൻ വന്നാൽ ഉടനെ അവർ നേരെ ആവത്തില്ല. ഇവൻ എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് കൺഫ്യൂഷൻ വന്നാൽ ഉടനെ നേരെ ആവത്തില്ല. ഒരു മാസം 2 മാസമൊക്കെ പോകുമ്പോഴായിരിക്കും അവർ അറിയുന്നത് ഇവനൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലല്ലോ, എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ചിലപ്പോൾ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ തുടങ്ങും, എഫേർട്ട് എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് ഒരു മാസം വരെയൊക്കെ ഉള്ള പ്രോസസ്സാണ്. ഇതിൽ നിങ്ങൾ ഈ 1 മാസം ഈ പ്രോസസ്സ് നടക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഒരുപാട് അവൈലബിലിറ്റി കൊടുക്കരുത്. കാരണം ആ പ്രോസസ്സ് നടക്കാൻ ഒരു 10-15 മിനിറ്റ് മതി. നിങ്ങൾ എന്നൊരു 10-15 മിനിറ്റ് ഡെയിലി അവൈലബിലിറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പോട്ടെ ഒരു മണിക്കൂറും എല്ലാം ചാറ്റ്, കോള് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ, അല്ലെങ്കിൽ മീറ്റിംഗ് എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ ഒരു മണിക്കൂർ ഡെയിലി കൊടുത്താൽ മതി. ആ പ്രോസസ്സ് നടക്കാൻ അത് തന്നെ ധാരാളം. അപ്പോൾ പ്രോസസ്സ് നടക്കാൻ 1 മണിക്കൂർ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവൈലബിലിറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഡെയിലി ഒരു 5 മണിക്കൂർ സംസാരിക്കുന്നു, 5-10 തവണ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങൾ ഒരുപാട് അവൈലബിൾ ആണെന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രോസസ്സ് നടക്കാൻ 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ വെച്ചോ, ഇത് മതി മാക്സിമം. നല്ലപോലെ മിണ്ടുന്നെങ്കിൽ 1.5 മണിക്കൂർ ഡെയിലിയും വേണമെന്നില്ല. 1 ദിവസം ഒരു 2 മണിക്കൂർ, അങ്ങനെ നമുക്ക് പലതായിട്ട് തിരിക്കാൻ പറ്റും. ഇവിടെ പ്രോസസ്സിന് വേണ്ടതിനേക്കാളും നിങ്ങൾ അവൈലബിലിറ്റി കൊടുത്താൽ പ്രോസസ്സ്, അപ്പോൾ ബാക്കിയുള്ള അവൈലബിലിറ്റി എങ്ങനെയാണ്, അതായത് 1.5 മണിക്കൂർ അവൈലബിലിറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര അവൈലബിലിറ്റി കൊടുക്കുന്നു അതെല്ലാം പ്രോസസ്സിൽ പെടാത്ത അവൈലബിലിറ്റി, അത് വെറുതെ കിടക്കുന്ന അവൈലബിലിറ്റി, അത് നിങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല. അത് കൊടുത്താൽ വീണ്ടും നിങ്ങളെ തള്ളി വയ്ക്കത്തേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും നിങ്ങൾ അടുപ്പത്തിന് വേണ്ടി പോകുന്ന പോലെ ഇരിക്കും. അത് എങ്ങനെയത് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു കൃഷി ചെയ്യാൻ വേണ്ടി നിങ്ങളെന്താ ഡെയിലി 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഒരു ചെടിക്ക്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആഴ്ചയിൽ 1 ദിവസം ചെന്ന് എല്ലാ വെള്ളം കൂടെ ഒഴിച്ചാലോ, 1 ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്താലോ അത് മോശമാവും. അതുപോലെ ഡെയിലി 1 ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താലോ അതും കുഴപ്പമാവും. ഒന്നുകിൽ 2 ഇടവിട്ട ദിവസങ്ങളിൽ 2 കപ്പ് വെള്ളം വീതം ഒഴിക്കും, അല്ലെങ്കിൽ ഡെയിലി 1/2 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതിൽ കൂടുതൽ നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം അത് ആ ചെടിയുടെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതിനെ കൊല്ലത്തേ ഉള്ളൂ. ഇത് തന്നെ വേറെ രീതിയിൽ പറയാം. ഒരു ഗേള് നിങ്ങൾ തമ്മിൽ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ കാര്യത്തിൽ അവൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു അങ്ങനെ വിചാരിച്ചോ. അപ്പം നിങ്ങൾ ചെന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെന്ന് മിണ്ടിയാൽ അവൾക്ക് ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയായിരിക്കും. ഓക്കെ, നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കും, നമ്മളും അങ്ങനെ തന്നെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പം ഒന്നിനോടും താല്പര്യമില്ല. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ തോന്നത്തില്ല, ജ്യൂസ് കുടിക്കാൻ തോന്നത്തില്ല, ഇഷ്ടമുള്ള പാട്ട് കേട്ടാലും ഹാപ്പി ആവത്തില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മൂഡ് ഓഫ് ആയിട്ട്, അതായത് എല്ലാത്തിൽ നിന്നും മാറി എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കാൻ നോക്കും. ഇപ്പോഴും നിങ്ങൾ അവൈലബിൾ ആവരുത്. കാരണം അവിടെ പ്രോസസ്സൊന്നും നടക്കുന്നില്ല. അവരോട് കമ്പനിയായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഓക്കെ, അവരിങ്ങോട്ട് സംസാരിക്കത്തില്ല, ഇതൊന്നും നടക്കുന്നില്ല. അതായത് കോൺവെർസേഷനിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരം ഇത് വളരെ ഇമ്പോർട്ടൻറ്റാണ്. ഇപ്പം മീറ്റ് ചെയ്യുന്ന കാര്യമായാലും അവർ മൂഡ് ഓഫ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയുന്നു, നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകും, വെറുതെ അവൾ തെക്കോട്ട് നോക്കി കുത്തിയിരിക്കും, വെറുതെ വായി മൂടി. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അവളെ നോക്കി കണകോണ സംസാരിച്ചുകൊണ്ടിരിക്കും. അവൾ ഒരു വക മിണ്ടാതെ എങ്ങോട്ടെങ്കിലും നോക്കി വെറുതെ ഇരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കുന്ന അവൈലബിലിറ്റി, അവിടെ പ്രോസസ്സൊന്നും നടക്കുന്നില്ല. അവിടെ നിങ്ങൾ വെറുതെ പോയി അവൈലബിൾ ആവല്ലേ. എപ്പോഴും ഇങ്ങനെ ആവരുതെന്ന് ഞാൻ പറയുന്നില്ല, വേണം. അതായത് നെഗറ്റീവ് ഇമോഷൻ നമുക്ക് വേണം.
നിങ്ങൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്തിട്ട് സംടൈംസ് നിങ്ങൾ ബോറിംഗ് ആയിട്ടിരുന്നാൽ അതും അട്രാക്റ്റീവാണ്, അത് വേറെ കാര്യം. അതിനെക്കുറിച്ച് വേണം ഞാൻ വേറെ വീഡിയോ ചെയ്യാൻ, പറഞ്ഞാൽ മതി. ഇനി വേറെ എക്സാമ്പിൾ, ഞാനും എൻ്റെ പെണ്ണും തമ്മിൽ വഴക്കുണ്ടാവുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും വഴക്കുണ്ടാവതൊന്നും ഇരിക്കത്തില്ല. ഇൻസ്റ്റേഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിരിക്കണം, ഇതേ ഉള്ളൂ. അപ്പോൾ ഞാനും അവൾ വഴക്കുണ്ടാവുന്നു, അവൾ എന്നോട് മിണ്ടായിരിക്കുന്നു. ഓക്കെ, അതായത് ഇമോഷണലി എൻ്റെ അടുത്ത് നകന്ന് നിൽക്കുന്നത്. ഈ ടൈമിൽ ഞാൻ പോയി അവൈലബിൾ ആവരുത്. കാരണം അതായത് റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു പ്രോസസ്സുണ്ട്. അതായത് അട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ലോങ് ലാസ്റ്റ്, അതായത് ഒരേ ഒരാളിൻ്റെ കൂടെ ഒരുപാട് വർഷം ജീവിക്കുക എന്ന് പറയുന്നത് ഈ പ്രകൃതിക്കെതിരായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം ഒരു ജീവിയിലുമില്ല. റെയർ ജീവികളിൽ മാത്രമേ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഒരു ജീവിയുടെ കൂടെ ജീവിക്കാൻ ഉണ്ടായതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഉണ്ടായ അട്രാക്ഷൻ കീപ്പ് ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ രണ്ടിലേതെങ്കിലും ഒരാൾക്ക് വേറെ ജെൻഡറിനോട് ഇൻട്രസ്റ്റ് തോന്നാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെയും നിങ്ങൾ അവൈലബിൾ ആവാൻ പാടില്ല. അതായത് അവർ വഴക്കിട്ടിരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്, അപ്പോൾ പോയി നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യം, രണ്ട് രീതിയിൽ നിങ്ങൾ പെരുമാറും. ഒന്നെങ്കിൽ നിങ്ങൾ പോയി അവൈലബിൾ ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ പോകുന്ന രീതിയിൽ നിങ്ങൾ എന്ന് സംസാരിക്കും. എന്താ മിണ്ടാത്ത, എന്താ വിളിക്കാത്ത, വേറെ ആരോടെങ്കിലും ഇഷ്ടമാണോ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ലേ, എന്ത് പറ്റി, നിങ്ങളെ തന്നെ വിലയില്ലാത്ത പോലെ സംസാരിക്കും. അതായത് എന്നോട് ഇഷ്ടം കുറഞ്ഞോ എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെ പെരുമാറിയാലും നിങ്ങളെ വിലയില്ലാത്ത പോലെ നിങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നീ എനിക്ക് വള ചോദിച്ചു, അത് ഞാൻ വാങ്ങിത്തന്നില്ല, അതൊന്നും നിനക്ക് ഇഷ്ടപ്പെടാത്ത. കഴിഞ്ഞ വർഷം നീ വട ചോദിച്ചപ്പോൾ ഞാൻ വാങ്ങിത്തന്നില്ല, അതുകൊണ്ടാണെന്നോ നിനക്ക് ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇൻസെക്യൂറായിട്ട് കാണിക്കുക. ഞാൻ മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ഏത് ഇതായാലും, ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് പോകും. നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി സ്റ്റേബിൾ അല്ലാതെ കാണിക്കുന്നത് അവർക്ക് ഇഷ്ടം പോകുമോ എന്ന് വിചാരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ പെണ്ണിന് ഞാൻ ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായാൽ അവർക്ക് ഇഷ്ടം വരുത്തുള്ളൂ ചിന്തിക്കും. ലോജിക്കലി നോക്കിയാൽ അങ്ങനെ തന്നെ നടക്കണ്ട. അതായത് ആ പെണ്ണ് ഇങ്ങനെ വേണം ചിന്തിക്കാൻ, എൻ്റെ ഇഷ്ടം കുറഞ്ഞെന്ന് വെച്ച് എൻ്റെ പയ്യൻ ഇത്ര വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇവൻ എന്നെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ചിന്തിക്കണ്ടേ. പക്ഷേ ലോജിക്ക് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ വർക്കാകത്തില്ല. അവരെപ്പോഴും സബ് കോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അവർ പോലും അറിയാതെ അത് നോക്കി പോയിക്കൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയും പോയി പെരുമാറും. അതുപോലെ തന്നെ രണ്ടാമത്തെ രീതിയിൽ പോയി അവൈലബിൾ ആവും. വീണ്ടും നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ഒരുപാട് വിളിച്ചുകൊണ്ടിരിക്കും, മുമ്പത്തെ പോലെ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കും, ഒറ്റയ്ക്ക് കിടന്ന് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് സ്റ്റേജിലായാലും, ഇപ്പം കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പായാലും ശേഷമായാലും റിലേഷൻഷിപ്പിലായാലും ഒരു ഗേൾ നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഈ ചെറിയ ചെറിയ പിണക്കങ്ങളല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾ എന്ന് പറഞ്ഞ് സോൾവ് ആക്കണം. സോറി എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്കായാലും സീരിയസ് ആയിട്ടായാലും അതൊക്കെ അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് സീരിയസ് സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട്, അവൈലബിലിറ്റി, ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കുറയ്ക്കണം. അല്ലാതെ മുമ്പത്തെ പോലെ 100 എടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഒരു ഗേളിന് അവൈലബിലിറ്റി കൊടുക്കാൻ പോകും, നിങ്ങൾ തന്നെ ഇത്രയും ചിന്തിച്ചാൽ മതി. ഞാനിപ്പം ഈ പെണ്ണിനോട് മിണ്ടുന്നു, ഞങ്ങൾ തമ്മിൽ ഒരുപാട് നാൾ ഒരുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത ലെവലിലേക്ക് പോകുന്നേ ഇല്ല, എന്നിട്ട് ഞാൻ എൻ്റെ അവൈലബിലിറ്റി ഇതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് നിർത്തിയിട്ട് എന്താ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കണം. ഇത് ഒന്നാമത് ചോദിക്കേണ്ട കാര്യം നിങ്ങളോട് തന്നെ. രണ്ടാമത് ചോദിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഈ ഗേളിനോട് മിണ്ടുന്നു, അല്ലെങ്കിൽ പോയി മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവളുടെ കൂടെ തന്നെ ഇരിക്കുന്നു, ഇവളുടെ അവൈലബിലിറ്റി എനിക്ക് കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടോ, സംസാരിക്കുമ്പോൾ തിരിച്ച് സംസാരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവും. മൂന്നാമത് ചോദിക്കേണ്ടത്, ഞാൻ ഇവളെ മിണ്ടുന്നുണ്ട്, ഇവളെ ഇഷ്ടപ്പെടുത്താനോ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നില്ല, വെറുതെ ഞാൻ അവൈലബിലിറ്റി മാത്രമാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ജസ്റ്റ് നിങ്ങൾ ഇത്രയും ചോദിച്ചാൽ നിങ്ങളോട്, ഞാനിപ്പം ഇവൾക്ക് അവൈലബിലിറ്റി കൊടുക്കുന്നു, ഞാൻ എൻ്റെ അവൈലബിലിറ്റി മാത്രമാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെന്തെങ്കിലും വില എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അത് വെറും അവൈലബിലിറ്റി മാത്രമാണോ? ഇനി വേറെ എക്സാമ്പിൾ പറയാം. ഞാൻ അപ്രോച്ച് ചെയ്ത് പഠിച്ച് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ നമ്പർ വാങ്ങും പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് വീട്ടിലൊന്ന് സംസാരിക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നേരിട്ട് കാണുമ്പോഴായിരിക്കും നല്ല ഇൻട്രസ്റ്റ്. അതായത് നേരിട്ട് കാണുമ്പോഴേ, നേരിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നല്ല ഇൻട്രസ്റ്റ്. അതുപോലെ ഈ ചാറ്റിൽ കോളിലൊക്കെ അവർ സംസാരിക്കത്തേ ഇല്ലായിരിക്കും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ചാറ്റിൽ കൂടുതൽ സംസാരിക്കാത്ത പെണ്ണുങ്ങളെ നമ്മൾ വിചാരിക്കും ഇല്ല ഇവർ നേരിട്ടും ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കും. പക്ഷേ അതിൻ്റെ റിസൾട്ട് നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ചില ഗേൾസ് ചാറ്റിലൊക്കെ ഒട്ടും കൊള്ളാത്ത പോലെ ആയിരിക്കും സംസാരിക്കുന്നത്. അതായത് ഓക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ നമ്മൾ വിചാരിക്കും ഇൻട്രസ്റ്റേ ഇല്ലെന്ന്, പക്ഷേ റിയലി മിണ്ടുമ്പോൾ നല്ല ഇതായിരിക്കും. നമ്മൾ തന്നെ ആലോചിക്കും അവൾ തന്നെയാണോ ഇവളെന്ന് ആലോചിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ കൊടുക്കുന്ന അവൈലബിലിറ്റി ഉണ്ടല്ലോ, അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത, അതായത് ഒന്നെങ്കിൽ അവർക്ക് നിങ്ങളായിട്ട് കംഫർട്ടബിൾ ആവാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാത്തടത്തോ നിങ്ങൾ കൊടുക്കുന്ന അവൈലബിലിറ്റി പ്രോഗ്രസ് ഉണ്ടാകത്തില്ല, പ്രോസസ്സ് മുന്നോട്ട് നടക്കത്തില്ല. അപ്പം ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതല്ല നിങ്ങളും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചാറ്റ് കോളിൽ മാക്സിമം അവൈലബിലിറ്റി കുറച്ച് ജസ്റ്റ് പേരിന്, അതായത്
ജസ്റ്റ് മിണ്ടുന്ന പോലെ മിണ്ടിയിട്ട് മീറ്റിംഗ് കൂട്ടിയിട്ട് നേരിട്ട് കണ്ട് തന്നെ ഇൻട്രസ്റ്റ് റൈസ് ചെയ്യാൻ നോക്കി. നേരിട്ട് കാണുന്നത്, നേരിട്ട് സംസാരിക്കുന്നത്, ഇതേ രീതിയിൽ ഇൻട്രസ്റ്റ് കൂട്ടാൻ നോക്കി. ആ ചാറ്റ് കോളൊക്കെ ജസ്റ്റ് പേരിന് ചാറ്റ് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്, ഞാനും ഇവരും തമ്മിൽ കണക്റ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ചാറ്റും കോളും നിർത്തിയിട്ട് ആ പ്രോസസ്സ് റിയലായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. ഇവിടെ വേറെയും കാര്യമുണ്ട്. ഞാനിപ്പോൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ തവണയും മീറ്റ് ചെയ്യുന്നു, നല്ലപോലെ സംസാരിക്കുന്നു, അവർക്ക് അതിലാണ് ഇൻട്രസ്റ്റ് കൂടുതൽ. നേരിട്ട് സംസാരിക്കുന്നു, ഇൻട്രസ്റ്റ് റൈസ് ആവുന്നു, വീട്ടിൽ വരുന്നു, അവർ തന്നെ ഇനിഷ്യേറ്റീവ് എഫേർട്ട് എടുക്കാൻ തുടങ്ങും. സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ചാറ്റ് കോളൊന്നും വലിയ ഇഷ്ടമില്ല, അതിലൊന്നും അധികം സംസാരിക്കത്തില്ലെങ്കിൽ പോലും അവർ തന്നെ ഇനിഷ്യേറ്റീവ് എഫേർട്ടൊക്കെ അതിൽ കൂടും. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ മീറ്റിംഗ് ഓരോ തവണ മീറ്റ് ചെയ്യുന്നു, ഓരോ തവണ റിയലായിട്ട് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ, റിയൽ മീറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് കൂടുമ്പം അത് ചാറ്റിലും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ എല്ലാ വഴിയിലും അത് പ്രതിഫലിക്കാൻ തുടങ്ങും. നമ്മൾ എല്ലാ രീതിയിലും ആ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങും എന്ന് പറയുന്ന പോലെ. അതായത് ഞാനിങ്ങനെ വിചാരിച്ചത്, ഇപ്പം എന്നോട് ഈ പെണ്ണ് മിണ്ടി തുടങ്ങിയതുള്ളൂ, ഇവർക്ക് ചാറ്റ് ചെയ്യാനോ കോൾ ചെയ്യാനോ വലിയ ഇൻട്രസ്റ്റ് എന്നോടില്ല. അപ്പോൾ റിയൽ മീറ്റിൽ ഞാൻ ഒരുപാട് തവണ മീറ്റ് ചെയ്യുമ്പോൾ എന്നോട് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ചാറ്റിലും ഉള്ള ഇൻട്രസ്റ്റ് വന്നോളും. അല്ലാതെ ചാറ്റിൽ കൂടെ തന്നെ ഇൻട്രസ്റ്റ് കൂട്ടാനോ അവരോട് പറഞ്ഞ് ഇൻട്രസ്റ്റ് കൂട്ടാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ജസ്റ്റ് എന്നോടുള്ള ഇൻട്രസ്റ്റ് ലെവൽ കൂട്ടിയാൽ മാത്രം മതി. ഏതെങ്കിലും രീതിയിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ എൻ്റെ ഇൻട്രസ്റ്റ് ലെവൽ കൂട്ടിയാൽ മതി. അവിടെ ഞാൻ അവൈലബിൾ ആയാൽ മതി. അവിടെ അവൈലബിൾ ആയിട്ട് എനിക്കറിയുന്ന രീതിയിൽ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് റൈസ് ആകുമ്പോൾ മറ്റേ കാര്യത്തിൽ ഇൻട്രസ്റ്റ് വന്നോളൂ. അപ്പോൾ ഇതാണ് അവൈലബിലിറ്റിയുടെ ഒന്നാമത്തെ ടോപ്പിക്ക്. ഞാൻ സിമ്പിളായിട്ട് പറയാം. നോ പ്രോഗ്രസ് ബട്ട് അവൈലബിൾ ഈസ് അൺഅട്രാക്റ്റീവ്. പ്രോഗ്രസ്സും ഇല്ല, പക്ഷേ നിങ്ങൾ അവൈലബിലിറ്റി മാത്രം കൊടുക്കുന്നുണ്ട്, അത് അൺഅട്രാക്റ്റീവ്. ഇനി രണ്ടാമത്തതാണ് അവൈലബിലിറ്റി ആൻഡ് ക്വാളിറ്റി. ആളുകൾ ഇപ്പോൾ യൂട്യൂബിലായാലും ഒരുപാട് പേര് പറയുന്നുണ്ട് അവൈലബിലിറ്റി കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് പറയും, അവൈലബിലിറ്റി കൂടാൻ പാടില്ലെന്ന് പറയും. ഇത് കേട്ടിട്ട് കേൾക്കുന്ന നമ്മൾ ഇതറിയാതെ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്ന് അറിയാതെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കും. അതായത് ക്വാളിറ്റി കൊടുക്കാതെ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അട്രാക്ഷൻ്റെ കാര്യത്തിൽ അവൈലബിലിറ്റിക്ക് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻറ്റ്, ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അതിപ്പോൾ എക്സാമ്പിളിന് പറയേണ്ടത്, ഇപ്പോൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വർക്കാവുന്ന ഞാൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ഏറ്റവും കൂടുതൽ ഡേറ്റിങ്ങിനേക്കാളും പഠിച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അതിലെനിക്ക് മനസ്സിലായത് ഏത് റിലേഷൻഷിപ്പ് നല്ലപോലെ വർക്കാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നതല്ല, ഇത് തന്നെ സത്യം. റിലേഷൻഷിപ്പിൽ രണ്ടുപേരും തമ്മിൽ അകന്ന് നിൽക്കണം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലി മീറ്റൊന്നും പാടില്ല, അതുപോലെ ഡെയിലി 24 മണിക്കൂർ കോളും പാടില്ല. ഡെയിലി മീറ്റ് ചെയ്യാതെ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും മീറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മാസത്തിൽ 3-4 തവണ മീറ്റ് ചെയ്യുന്ന പോലെ. ലോങ് ഡിസ്റ്റൻസ് എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് അകന്ന് നിൽക്കണം, എപ്പോഴും കാണാൻ പറ്റാത്ത പോലെ. അങ്ങനെ എന്നിട്ട് ഇപ്പം 2 ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം കാണുന്നു, അതുപോലെ മാസത്തിൽ ഒരു വട്ടം ഒരു ദിവസം ഫുള്ളോ അല്ലെങ്കിൽ 1-2 ദിവസം ഫുള്ള് ഒരുമിച്ച് താമസിക്കുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് എവിടെയെങ്കിലും പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ദിവസം പകൽ ഫുള്ള് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന രീതിയിൽ ഡെയിലി 1 മണിക്കൂർ നല്ല പോലെ ക്വാളിറ്റി ആയിട്ട് സംസാരിക്കുന്നത്. ചിലപ്പോൾ വീഡിയോ കോളായിരിക്കും, അല്ലെങ്കിൽ നോർമൽ കോളായിരിക്കും, 1-2 മണിക്കൂർ. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഫുള്ള് സംസാരിക്കുന്ന പോലെ, വീഡിയോ കോളോ ഓഡിയോ കോളോ. അതുപോലെ ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസം ആരെങ്കിലും ഒരാൾ അവൈലബിൾ ആവില്ല. അതായത് 2 പേർക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഒരാൾ ബിസി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ. ഞാൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ റെസ്ട്രിക്റ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഒരു ആവറേജ് ആയിട്ട് ചെറിയ റെസ്ട്രിക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്, മുന്നോട്ട് പോകുന്നില്ല എനിക്ക് തോന്നി. അതായത് ആ പെണ്ണിൻ്റെ വീട്ടുകാർ ചിലപ്പം ഫോണൊന്നും കൊടുക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ചില ദിവസമൊക്കെ വീട്ടിൽ ആളുള്ളതുകൊണ്ട് മിണ്ടാൻ പറ്റത്തില്ല, വീട്ടുകാർ ചിലപ്പോൾ എതിരായിരിക്കും, എന്നിട്ടും അവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഇതിലെല്ലാം ഉള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി. അതായത് ഇക്കരെ പച്ച ഉണ്ടല്ലോ, ഇക്കരെ വന്നാൽ അക്കരെ പച്ച എന്ന് പറയുമല്ലോ. ഇവിടെ നോക്കുമ്പോൾ അവിടെ പച്ചയായിട്ട് തോന്നും, അക്കരെ വന്നാൽ ഇക്കരെ പച്ചയായിട്ട് തോന്നും എന്ന് പറയുന്ന പോലെ ഒരു സാധനം തള്ളി നിൽക്കുമ്പോൾ, അകന്ന് നിൽക്കുമ്പോഴായിരിക്കും അതിനോട് നല്ല ഇൻട്രസ്റ്റ്. അതുപോലെ കല്യാണം കഴിഞ്ഞ് അകന്നു പോയ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പം കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ അകന്നു പോയിട്ടുണ്ട്. അതായത് ട്രൂ ലവ് ആണ്, തേങ്ങാക്കൊലയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിന്ന കപ്പിൾസ് കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള കേസൊക്കെ ഉണ്ട്. ഇതിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവർ മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇക്കരെ പച്ച പോലെ വീട്ടിലെ റെസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ബിസി, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അകന്ന് നിൽക്കുമായിരുന്നു. ആഴ്ചയിൽ ഒരിക്കലേ കാണാൻ പറ്റത്തുള്ളൂ, ആരും കാണാതെ പേടിച്ച് ഭയപ്പെട്ടൊക്കെ ആയിരിക്കും അവർ ഒന്ന് എവിടെയെങ്കിലും വെച്ച് കാണുന്നത്. അതുകൊണ്ട് അന്ന് നല്ലൊരു ത്രില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പം ഇത് 24 മണിക്കൂർ അടുത്തിരിക്കുക. അതായത് അവിടെ സ്പേസ് എടുക്കാനേ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അവൈലബിലിറ്റി എത്രയും വലിയൊരു സംഭവമാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അവർ തമ്മിൽ തള്ളി നിന്നപ്പോൾ നല്ല അട്രാക്ഷൻ ആയിരുന്നു, അവർ തമ്മിൽ അടുത്ത് വന്നപ്പോൾ അട്രാക്ഷൻ പോയി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവൈലബിലിറ്റി എത്രത്തോളം ഇതുണ്ടെന്നുള്ള സംഭവം നമുക്ക് മനസ്സിലാവും. റിലേഷൻഷിപ്പിൽ അവൈലബിലിറ്റി ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ട്രൂ ലവ് എന്ന് പറഞ്ഞാലും അവൈലബിലിറ്റിക്ക് നിങ്ങളുടെ വാല്യൂ ഇത് ചെയ്യുന്നതിൽ ഒരു വലിയ റോളുണ്ട്. അതായത് നിങ്ങളുടെ വാല്യൂവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ അവൈലബിലിറ്റിക്ക് വലിയ റോളുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ പ്രേമിച്ച് കെട്ടിയതിന് ശേഷം
ഒരുമിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നവർ, ഡിവോഴ്സൊന്നും ആവാതെ. അതിൽ എത്ര പേരിൽ നിങ്ങൾ ആ സ്പാർക്ക് കണ്ടിട്ടുണ്ട്? മുമ്പത്തെ പോലെ അതേ സ്പാർക്ക്, നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഏതായാലേ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്നൊരു മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടല്ലോ, അതുപോലെ നല്ല സ്പാർക്കായിട്ടുള്ള എത്ര ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? വളരെ കുറവായിരിക്കും, വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ക്വാണ്ടിറ്റിയാണ് കൂടുതൽ. അതായത് ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന അവൈലബിലിറ്റിയുടെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അത് വർക്കാവത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്വാളിറ്റി കൂടുതലുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ. 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ കാണുന്ന പോലെ, ഡെയിലി 1 മണിക്കൂർ മാത്രം വിളിക്കുന്ന പോലെ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഒട്ടും ഇല്ലാതെ ആവല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ ഡെയിലി ഓരോ ഓഫീസ് അല്ലെങ്കിൽ ഡെയിലി ഓരോ കോളേജ്, അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. മുന്നോട്ട് പോകും തോറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ സ്പാർക്ക് കാണത്തില്ല. നിങ്ങളെ നേരിട്ട് കാണുമ്പം ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഡെയിലി കോളേജ് വെച്ച് ഡെയിലി കാണുന്ന കപ്പിൾസ്, അവർക്ക് ഡെയിലി കാണുമ്പോൾ അത്രയും സ്പാർക്ക് കാണത്തില്ല. ഈ ലോങ് ഡിസ്റ്റൻസ് ഇരുന്ന് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കാണുന്നവരുടെ ആ ഹാപ്പിനെസ് ആയിരിക്കും ഡെയിലി കാണുന്നവർക്ക് ഒരിക്കലുമല്ല. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി ടോപ്പിക്കിലോട്ടോ, അവൈലബിലിറ്റി ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു ഫീലിങ്സ് ആണ്, ഓക്കെ. അതായത് നിങ്ങൾ ഒരു പെണ്ണിന് അവൈലബിലിറ്റി കൊടുക്കുന്നത് അവളുടെ ഉള്ളിലുണ്ടാകുന്നൊരു ഫീലിങ്സ് ആണ് നിങ്ങൾ ക്വാളിറ്റി അവൈലബിലിറ്റി കൊടുക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പോയിന്റ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ബിഗിനിങ്ങിൽ 2 പയ്യന്മാർ മിണ്ടുന്നു, ഓക്കെ. ഒരു പയ്യൻ ഹൈ വാല്യൂ പയ്യൻ, മറ്റേ പയ്യൻ ലോ വാല്യൂ പയ്യൻ, ഓക്കെ. അപ്പം ഹൈ വാല്യൂ പയ്യൻ കൊടുക്കുന്ന അവൈലബിലിറ്റി ഹൈ ക്വാളിറ്റി അവൈലബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്യും അവർക്ക്, ഓക്കെ. അതേസമയം ലോ വാല്യൂ പയ്യൻ കൊടുക്കുന്നത് ലോ ക്വാളിറ്റി അവൈലബിലിറ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്സ് ആണിത്, ഓക്കെ. ഒന്നാമത്തെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളൊരു ഗേളിനോട് മിണ്ടുന്ന ആ പ്രോസസ്സിൽ നിങ്ങൾ അവർക്ക് അട്രാക്ഷൻ വരാൻ ഒരുപാട് ടൈം കൊടുക്കണ്ട. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ കാര്യം കൊണ്ട് അട്രാക്ഷൻ ക്രിയേറ്റ് ആവത്തില്ല, എല്ലാത്തിനും ഇതൊരു ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വണ്ടിയിൽ ഓയിൽ ഒഴിക്കുന്ന പോലെ ഇത്. അവിടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ തോന്നുവാണ്, എപ്പോഴും സംസാരിച്ചാലും ഓക്കെ ഞാൻ നല്ലൊരു അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ട്, ഇത് കൂടുതൽ കൊടുത്താൽ ഒരുപാട് ഞാൻ അവൈലബിൾ ആവുന്ന പോലെ തോന്നുമെന്ന് തോന്നുമ്പോഴേ നിങ്ങൾ കട്ട് ചെയ്യുന്നത്. അപ്പോഴേ അതവർക്ക് ക്വാളിറ്റി അവൈലബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്യുക ചെയ്യുന്നത്. ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, നല്ലൊരു എക്സാമ്പിൾ. നിങ്ങൾക്കിപ്പം ഒരാളൊരു ഗിഫ്റ്റ് തരുന്നു, ഓക്കെ. നിങ്ങൾക്ക് ബോക്സിങ് വലിയ ഇഷ്ടമാണ്, ഓക്കെ. ബോക്സിങ് വലിയ ഇഷ്ടമാണ്, മുഹമ്മദ് അലി വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ബോക്സിങ്ങിന് നിങ്ങളെന്ത് ചെയ്യും? ഈ ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് മരത്തിലൊക്കെ കെട്ടി തൂക്കിയിട്ട്, ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് മരത്തിൽ കെട്ടിയിട്ടിട്ട് അതിനിട്ട് ഇടിക്കും. കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലല്ലോ, മറ്റേ ബോക്സിങ്ങിൻ്റെ ഗ്ലൗസ് ഉണ്ടല്ലോ കൈ ഇടുന്നത്, അതില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? തോർത്തെടുത്ത് കൈ ചുറ്റും, ചേച്ചിയുടെ ഷാളെടുത്ത് കൈ ചുറ്റും, കൈ ചുറ്റിയിട്ട് ഏത് നേരം ഇടിച്ചുകൊണ്ടിരിക്കും ഒരു +2 ടൈമിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിത്തരുമെന്ന് വെച്ചാൽ ഒരുപാട് പേര്. എൻ്റെ അച്ഛൻ എനിക്ക് എന്തോ നല്ല വിലയുള്ള എന്തെങ്കിലും സാധനം, ഓക്കെ, ഒരു 1 കോടി രൂപയുടെ എന്തെങ്കിലും സാധനം തന്നെന്ന് വെച്ചോ. അത്രയൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയുവാണ്, ചുമ്മാ പറയുക. നല്ല വിലയുള്ളൊരു സാധനം എനിക്ക് തന്നു, പക്ഷേ എനിക്കത് ഇഷ്ടമില്ലാത്തൊരു സാധനം. എൻ്റെ അമ്മ ഇപ്പോൾ എനിക്ക് ബോക്സിങ്ങിൻ്റെ ഗ്ലൗസ്, അതുപോലെ മറ്റേ പഞ്ചിങ് ബാഗ്, അത്യാവശ്യം വീട്ടിൽ എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ എനിക്ക് തന്നെന്ന് വെച്ചോ. അത് ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയായിരിക്കും ഒരു 600-800 രൂപയ്ക്കകത്തായിരിക്കും മൊത്തം. എനിക്ക് അതിനായിരിക്കും ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത്. കാരണം എനിക്ക് ഫീൽ ചെയ്യുന്ന അതാണ്, മനസ്സിലായോ? എനിക്ക് സന്തോഷം തരുന്ന അതാണ്. എൻ്റെ മൈൻഡ് വെച്ചും എൻ്റെ ക്യാരക്ടർ വെച്ചും എനിക്ക് ഫീൽ ചെയ്യുന്നത്, ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന അതാണ്. ചിലപ്പോൾ എനിക്ക് ഡയമണ്ടിൻ്റെ വാച്ച് ആരെങ്കിലും വാങ്ങിച്ചു തരും, റോളക്സിൻ്റെ വാച്ച് വാങ്ങിത്തരും, അതുപോലെ നല്ല വിലയുള്ള ഷൂ വാങ്ങിത്തരുമായിരിക്കും. അങ്ങനെ തന്നാൽ പോലും എനിക്ക് ഈ 600 രൂപയുടെ അല്ലെങ്കിൽ 800 രൂപയുടെ ഈ പഞ്ചിങ് ബാഗും കൈയിടുന്ന ഗ്ലൗസും ഇതായിരിക്കും എനിക്ക് ഹാപ്പിനെസ് തരുന്നത്. ഇതിനായിരിക്കും ഞാൻ ക്വാളിറ്റി ആയിട്ട് കാണുന്നത് എൻ്റെ ഉള്ളിൽ, ഓക്കെ. അതൊരു ഫീലിങ്സ് ആണ്, ഓക്കെ. അവിടെ ക്വാണ്ടിറ്റിക്ക് വിലയില്ല. ഇപ്പോൾ പൈസയുടെ ക്വാണ്ടിറ്റിക്ക് ഒന്നിനും വിലയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്വാണ്ടിറ്റിക്ക് വിലയില്ല, ക്വാളിറ്റിക്കാണ് വില. വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു ഡാൻസിങ് ഒരുപാട് ഭരതനാട്യം ഇഷ്ടമുള്ളൊരു പെണ്ണ്, ഓക്കെ. അവൾ 7 ആണെന്ന് വിചാരിച്ചോ, പൂറാണെന്ന് വിചാരിച്ചോ, പാവപ്പെട്ടവൾ. അവൾക്ക് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ചിലങ്ക വാങ്ങണമെന്ന്. ചിലങ്കയ്ക്ക് ഒരു 1000 രൂപയ്ക്കായിരിക്കും. അതുകൊണ്ട് അത് വാങ്ങാൻ പറ്റത്തില്ലായിരിക്കും. എന്നാലും അവൾക്ക് ചിലങ്ക വലിയ ആഗ്രഹമായിരിക്കും. അവൾ ഡാൻസിങ്ങിന് കൂട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ ചിലങ്ക വാങ്ങി കെട്ടുമായിരിക്കും. ചിലം കെട്ടുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ഇവളുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക. ഇന്ന പെണ്ണിന് നിങ്ങളിപ്പോൾ ഒരു 1500 രൂപയുടെ അല്ലെങ്കിൽ 2000 രൂപയുടെ 5000 രൂപയുടെ ചുരിദാർ വാങ്ങി കൊടുക്കുന്നതിനേക്കാളും നിങ്ങൾ ഇച്ചിരി ലോ ക്വാളിറ്റി ആയാലും ഒരു 1000 രൂപയ്ക്ക് ഒരു 500 രൂപയുടെ ലോ ക്വാളിറ്റി ചിലങ്ക വാങ്ങി നിങ്ങൾ കൊടുത്താൽ അവൾ അതിനായിരിക്കും ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. അതിലായിരിക്കും അവൾക്ക് സന്തോഷം കിട്ടുന്നത്. കാരണം അതവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓക്കെ. അവളുടെ മനസ്സ് വെച്ച്, അവളുടെ മാനസിക ഇത് വെച്ചും അവൾ ക്വാളിറ്റി ആയിട്ട് അതിനായിരിക്കും കാണുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ഫീലിങ്സ് ആണ്, ഓക്കെ. നമ്മളൊരു കാര്യത്തിന് ക്വാളിറ്റി ആയിട്ട് കാണുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലിങ്സാണ്. ഒരിക്കലും അത് തരുന്നതിൻ്റെ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സംഭവമല്ല, അവരെ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സാണ്. അപ്പം ഇത് തന്നെ അവൈലബിലിറ്റിയിലും. പിന്നെ അവൈലബിലിറ്റി ഞാൻ എക്സാമ്പിളിന് വേണ്ടിയാണ് പറഞ്ഞത്. അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്നത് അവൈലബിലിറ്റിയിൽ അവരുടെ മൈൻഡോ ക്യാരക്ടറോട്ടോ ബന്ധമില്ല, സബ് കോൺഷ്യസ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് അവൈലബിലിറ്റി നിങ്ങൾ ക്വാളിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ സബ് കോൺഷ്യസ് ആയിട്ട് അവരുടെ ഉള്ളിൽ ആ ക്വാളിറ്റി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയോ ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ചില സ്ഥലത്ത് നിങ്ങൾ കുറച്ച് അവൈലബിലിറ്റി കൊടുത്താലോ അല്ലെങ്കിൽ അവൈലബിലിറ്റി
ക്വാളിറ്റി ആയിട്ട് അവൈലബിലിറ്റി കൊടുത്താലും അത് ലോ ക്വാളിറ്റി അവൈലബിലിറ്റി ആവും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ചില സ്ഥലത്ത് നിങ്ങൾ വിചാരിക്കും ഞാനിവർക്ക് വേണ്ടത്ര അവൈലബിലിറ്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ, കൂടുതലൊന്നും കൊടുക്കുന്നില്ലെന്ന് ചിന്തിച്ചാൽ അത് ചിലപ്പോൾ ലോ ക്വാളിറ്റി അവൈലബിലിറ്റി ആയിരിക്കും. അതുപോലുള്ള സിറ്റുവേഷൻ ഞാൻ പറയാം. അപ്പം ആദ്യം തന്നെ മുമ്പേ പറഞ്ഞായിരുന്നു തന്നെ ലോ ഇൻട്രസ്റ്റ് അവൈലബിലിറ്റി, ലോ ക്വാളിറ്റി അവൈലബിലിറ്റി. ഒരു ഗേൾ നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറഞ്ഞതായിട്ട് കാണിക്കുക. ഇപ്പം മെയിൻലി 3 റീസണാണുള്ളത് ഒരു ഗേളിന് ഇൻട്രസ്റ്റ് കുറയാനൊക്കെ. അതായത് ഒരു ഗേൾ നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ പോലെ കാണിക്കുന്നത് റിലേഷൻഷിപ്പിലായാലും അല്ലാതായാലും. ഒന്നാമത്തെ 1, 2, 3 3 ഉണ്ട്. മേ ബി അവർ ബിസി ആയിരിക്കും, മേ ബി അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അവർ സത്യത്തിലും അകന്നു പോയിരിക്കും. എന്തോ ഒരു മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്കും ആയിരിക്കും, ചിലപ്പോൾ അവർ ടോക്സിക് ആയതുകൊണ്ടും ആയിരിക്കും. അപ്പോൾ ഈ 3 റീസണാണ് കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് അവർ ബിസി ആയിരിക്കും, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 3 റീസണിലും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അവൈലബിലിറ്റി അവിടെ ആവശ്യമില്ല. അവർ ബിസി ആണെന്ന് വിചാരിച്ചോ, ബിസി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി വേണമെന്ന് തോന്നുമായിരിക്കും, പക്ഷേ കിട്ടിയാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, പിന്നത്തേക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കാൻ താല്പര്യമില്ലെന്നൊരു ഇതായിരിക്കും. അവിടെ പോയി നിങ്ങൾ മിണ്ടെന്ന് പറഞ്ഞാൽ അത് വെറുപ്പിക്കത്തുള്ളൂ. അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല, ഞാൻ ബിസിയാണെന്ന് മനസ്സിലാക്കിക്കൂടെ, ഇങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് ബിഗിനിങ്ങിൽ. ഓക്കെ, റിലേഷൻഷിപ്പിൽ പിന്നെ അവർക്കൊരു ഇൻട്രസ്റ്റ് കാണും തിരിച്ച് സംസാരിക്കാൻ. ബിഗിനിങ്ങിലാണെങ്കിൽ ഓക്കെ, ബിഗിനിങ്ങിൽ നിങ്ങൾ തമ്മിൽ മിണ്ടി അറ്റാച്ച് ആവുന്നതിന് മുമ്പ് തന്നെ ഇത് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് എവിടെ ആയിരിക്കും? അവരുടെ ബിസി കാര്യത്തിലായിരിക്കും. റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോഴായിരിക്കും അവരിങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ ബിസിയാണ് പക്ഷേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷേ ബിഗിനിങ്ങിൽ ഓക്കെ, നിങ്ങൾ ഇഷ്ടത്തിലാവുന്നതിന് മുമ്പ് വരെ അവർ ബിസി ആകുമ്പോൾ അവർ ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ ബിസിയാണ്, ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഇവനെന്തിനാ ഇപ്പോൾ എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ എന്തിനാ കാണണമെന്ന് പറയുന്നത്, ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ മെയിൻ ബിസി, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ സമയത്ത് നിങ്ങളുടെ അവൈലബിലിറ്റി ആവശ്യമില്ല, ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ, മേ ബി അവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുമായിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾ നീഡി ആണോ എന്നറിയാൻ വേണ്ടി. നിങ്ങൾ നീഡി ആണോ ഗേൾസ് എപ്പോഴും നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിലേഷൻഷിപ്പിൽ ബിഗിനിങ്ങിലോ എൻഡിലോ എവിടെയായാലും. അതായത് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പോലും നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബ്രേക്കപ്പിന് തൊട്ട് മുമ്പ് പോലും നിങ്ങൾ നീഡി ആണോ എന്നറിയാൻ വേണ്ടി. ഇനി കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോഴായാലും എപ്പോഴായാലും, ഇനി അഫെയറിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അവിടെ എല്ലാം ഈ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഇത്രയാണ് അറിയേണ്ടത്, നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്ന പോലെ അവർ അഭിനയിക്കും. ഇത് സബ് കോൺഷ്യസ് ആയിട്ട് ചിലപ്പോൾ ചെയ്യും, കോൺഷ്യസ് ആയിട്ടും ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെങ്ങനെ പെരുമാറാൻ നോക്കും. നിങ്ങൾ ഇമോഷണലി വീക്കായിട്ട് വന്ന് ചേസ് ചെയ്യുന്ന പോലെ, കംപ്ലയിൻറ്റ് ചെയ്യുന്ന പോലെ, പുറകെ നടന്ന് കാല് പിടിക്കുന്ന പോലെ, ഒരുപാട് അവൈലബിൾ ആവുന്ന പോലെ, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന പോലെ, ഇങ്ങനെയാണോ എന്ന് നോക്കും. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുന്ന പോലെ ആണെങ്കിൽ അവർ നിങ്ങളെ നീഡിയായിട്ട് കാണും, ദരിദ്രനായിട്ട് കാണും, ചോയ്സ് ഇല്ലാത്തവനായിട്ട് കാണും. അപ്പോൾ അത് നിങ്ങളുടെ വാല്യൂ കുറയ്ക്കും. വൺസ് നിങ്ങൾ ഈ ടെസ്റ്റിൽ പാസ്സായെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പെട്ടെന്നൊരു ദിവസം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ഗേൾ പെട്ടെന്നൊരു ദിവസം നിങ്ങളോട് റൂഡായിട്ട് പെരുമാറും, അല്ലെങ്കിൽ റിപ്ലൈ തരത്തില്ല, അകന്നു പോവും, കണ്ടാൽ മൈൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എന്തിക്കും, എന്താണ് ഇത്ര നല്ലോണം മിണ്ടിക്കൊണ്ടിരുന്നത്, ഇതെന്താ പറ്റിയെന്ന് നിങ്ങൾ ചിന്തിക്കും. അവർ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾ അമേദിയായിട്ട് മിണ്ടായിരുന്നാൽ മാത്രം മതി. അതായത് നിങ്ങൾ ഹായ് ഇട്ടിട്ട് റിപ്ലൈ എന്നില്ലെങ്കിൽ വീണ്ടും ഹായ് ഇടാൻ പോകുന്നില്ല. എപ്പം അവർ ഫ്രീ ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ട് ഒന്ന് മിണ്ടുന്നു അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അവർ ഫ്രീ ആവും, അവരുടെ മൂഡൊക്കെ മാറും, വന്ന് മിണ്ടുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ അവർ ചിന്തിക്കും, ഞാനിവനെ മുമ്പേ അവോയ്ഡ് ചെയ്തായിരുന്നു. ചിലപ്പോൾ അവർ അറിയാതെ ചെയ്തായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ സബ് കോൺഷ്യസ് ആയിട്ടും ചെയ്യും. അപ്പോൾ അവർ ചിന്തിക്കും, ഞാനിവനെ 2-3 ദിവസം മുമ്പ് ഇവൻ്റെ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ കൊടുക്കാൻ വിട്ടുപോയല്ലേ, മറന്നുപോയല്ലേ, അല്ലെങ്കിൽ എന്തായിരുന്നു ഞാൻ കൊടുക്കാതിരുന്നത്, എനിക്ക് പറഞ്ഞുകൂടാ, പക്ഷേ അവൻ എന്നോട് എൻ്റെ പുറകെ വന്നില്ല, എന്നെ ചേസ് ചെയ്തില്ല എന്ന് ചിന്തിക്കും. ഇങ്ങനെ ഇൻട്രസ്റ്റ് കൂടും നിങ്ങളോട്. അപ്പോൾ ഇവിടെയും കോമൺ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങളുടെ അവൈലബിലിറ്റി ആവശ്യമില്ല. ഓക്കെ, ആ ഫസ്റ്റ് ബിസി എന്ന് പറഞ്ഞതിലും ആവശ്യമില്ല. ഇപ്പോൾ അവർ മനഃപൂർവ്വം നീഡി ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അകറ്റി നിർത്തുമായിരിക്കും, ഇല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ട് അവർ പോലും അറിയാതെ ചെയ്യുന്നതായിരിക്കും. ഈ രണ്ടിടത്തും നിങ്ങളുടെ അവൈലബിലിറ്റി വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക ചെയ്യുന്നത് നിങ്ങളെ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ അവൈലബിലിറ്റി വേണ്ട. മൂന്നാമത്തത്, ഉന്മയിൽ സത്യമായിട്ട് തന്നെ അവരകുന്നതായിരിക്കും. സത്യമായിട്ട് അകന്നു പോകുന്ന എപ്പോഴായിരിക്കും? ഒന്നെങ്കിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് ലോസ് ആകുമ്പോൾ, അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അവർ തന്നെ ടോക്സിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും, അതുകൊണ്ട് അകന്നു പോകും. അവിടെയും നിങ്ങളുടെ അവൈലബിലിറ്റി ആവശ്യമില്ല. നിങ്ങളെ വേണ്ടാത്തതുകൊണ്ടല്ലേ അകന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രസ്റ്റ് ലോസ് ആയ റീസൺ കണ്ടുപിടിച്ചിട്ട്, കാരണം കണ്ടുപിടിച്ചിട്ട് അത് കറക്റ്റാക്കുന്ന വഴി അവർക്ക് വീണ്ടും ഇൻട്രസ്റ്റ് തിരിച്ചു വരും, അവർ നമുക്ക് അവൈലബിൾ ആവാൻ തുടങ്ങും. ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 കാര്യത്തിലും കോമൺ ആയിട്ടുള്ളത് അവർ മനഃപൂർവ്വം അകന്നു പോകുന്നു, അല്ലെങ്കിൽ കോമൺ ഇതേ ഉള്ളൂ. കോമൺ ആയിട്ടുള്ളത് നിങ്ങളുടെ അവൈലബിലിറ്റി അവിടെ വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് അവൈലബിലിറ്റി വേണ്ടാത്തടുത്ത് നിങ്ങൾ അവൈലബിൾ ആയാൽ അത് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് അതായത് അത് ലോ ക്വാളിറ്റി അവൈലബിലിറ്റിയാണ്. ഓക്കെ, ലോ ഇൻട്രസ്റ്റ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോ ക്വാളിറ്റി അവൈലബിലിറ്റി. എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, അവർക്ക് ലോ ഇൻട്രസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അവിടെ നിങ്ങൾ അവൈലബിൾ ആവുന്നത് ആ അവൈലബിലിറ്റി ലോ ക്വാളിറ്റി അവൈലബിലിറ്റിയാണ്. നിങ്ങളിനി കറക്റ്റായിട്ട് അവൈലബിലിറ്റി കൊടുത്താലും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ കുറേ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുമ്പോൾ പോയി നിങ്ങൾ ഡെയിലി 1 മണിക്കൂറേ സംസാരിക്കുന്നുള്ളൂ, അങ്ങനെ പോയാലും അവർക്ക് ഇൻട്രസ്റ്റ് നല്ല ലോസ് ആയിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി അവൈലബിലിറ്റി കൊടുത്താലും അത് ലോ ക്വാളിറ്റി അവൈലബിലിറ്റി ആവും. അപ്പോൾ ഇതിൽ തന്നെ അടുത്ത സബ് ടോപ്പിക്കായിട്ടുള്ളത്
അവൈലബിലിറ്റി ആൻഡ് പ്രയോറിറ്റി. ഈ പ്രയോറിറ്റി കുറയുന്നിടത്ത് നിങ്ങൾ കൊടുക്കുന്ന അവൈലബിലിറ്റിയും ക്വാളിറ്റി ഇല്ലാത്ത അവൈലബിലിറ്റിയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തരാത്തതോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ലാത്തതോ ആയിട്ടുള്ളിടത്ത് നിങ്ങൾ కొంచెം അവൈലബിൾ ആവുന്നതോ അല്ല, മൊത്തത്തിൽ അവൈലബിലിറ്റി കട്ടാക്കണം. ഓക്കെ, ഇതാണ് വേണ്ടത്. അപ്പോഴായിരിക്കും നിങ്ങളെ ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. എക്സാമ്പിളിൽ ഇപ്പോൾ ക്ലയൻറ്റൊക്കെ വരും. ക്ലയൻറ്റൊക്കെ വന്നിട്ട് എന്നോട് മെയിനായിട്ട് പറയുന്നത് റിലേഷൻഷിപ്പിൽ അല്ലാത്തടത്തും ഉണ്ട്, ഡേറ്റിങ്ങിലുണ്ട്, റിലേഷൻഷിപ്പിലുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ പറയുന്നത്, ബ്രോ എനിക്ക് അവൾ പ്രയോറിറ്റി തരുന്നില്ല. ഞാനും അവളോട് കാണുമ്പോഴേ അവൾ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരും. ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവൾ ഫ്രണ്ട്സിനോട് മാത്രം ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അവൈലബിലിറ്റിയെ തരുന്നില്ല, എനിക്ക് പ്രയോറിറ്റിയെ തരുന്നില്ല, അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്ന പോലെ ഉണ്ടെന്ന് പറയും. ചില ആളുകൾ ലൈവായിട്ട് വിളിച്ച് പറയും. അതായത് കൺസൾട്ടിങ് നിൽക്കുമ്പോൾ തന്നെ പറയും, ബ്രോ ഞാൻ എൻ്റെ പെണ്ണിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ്, ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരുമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുക, ഞാനിപ്പോൾ മാറി നിന്ന് വിളിക്കുക, എന്ത് ചെയ്യണം ബ്രോ എന്ന് പറയും. ഞാൻ പറയും, ഇറങ്ങ്, അവിടെ നിന്ന് ഇറങ്ങ്, നിനക്ക് പ്രയോറിറ്റി തരുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങുക, അവിടെ നിൽക്കേണ്ട, അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയും. നിനക്ക് പ്രയോറിറ്റി വേണമെന്നുണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയും. അതായത് നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എങ്ങനെ വർക്കാവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ രണ്ട് കാര്യം ഒരേ സമയത്ത് രണ്ട് കാര്യം ചെയ്യുമ്പോൾ ഒന്നിനെ കാഷ്വലായിട്ട് എടുക്കുന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ തുണി അലക്കാൻ വേണ്ടി ഇറങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പാട്ടിടും. നിങ്ങൾ ചില സമയത്ത് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും, അപ്പോഴും പാട്ട് കിടന്ന് പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പാട്ടിനൊരു വിലയുമില്ല സത്യത്തിൽ. അതായത് അത് ഏത് വരിയെ നിങ്ങളറിയത്തില്ല. ആ പാട്ട് തീരുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നത് ആ പാട്ട് തീർന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതായത് നിങ്ങൾ വണ്ടി കഴുകുന്നു, അതിനിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പാട്ടിടുന്നത്. അതായത് ആ പാട്ടിന് സെക്കൻഡ് പ്രയോറിറ്റി, വണ്ടി കഴിയുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും, അതിന് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രയോറിറ്റി പാട്ടിന് ഇടുന്നതുകൊണ്ട് തന്നെ അതിലെ ചില വരികൾ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾ തന്നെ റീക്യാപ്പ് അടിക്കും. അയ്യോ ഈ വരി മിസ്സായിപ്പോയോ, ഒന്നുകൂടെ കേൾക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ആ വരി എടുത്ത് വെക്കും. എന്നിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഉണ്ട്, നിങ്ങൾ ആദ്യം ആ വരി കേട്ടപ്പോൾ പിന്നെ നിങ്ങൾ കാഷ്വലായിട്ടാണ് കാണുന്നത്. സാധാരണ കാര്യം എപ്പോൾ വേണമെങ്കിലും കിട്ടാവുന്ന കാര്യമായിട്ടാണ് കാണുന്നത്. ഇനി ഞാൻ ഇതേ കാര്യം തന്നെ വേറെ രീതി പറയാം. നിങ്ങൾ നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പെണ്ണുമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇൻ്റർനെറ്റ്, അതായത് നെറ്റ് ഓൺ ആക്കിയിട്ട് റീല് കണ്ടുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഞോണ്ടിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കും, മീഷോ എടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി അതായത് അവർ ഫ്ലിപ്കാർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ എന്തിനോട് നമ്മൾ മിണ്ടുന്നു, അതാണ് സെക്കൻഡ് പ്രയോറിറ്റി. എപ്പോഴും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി, ഇതും കൂടെ ഞാൻ കൂടെ ചെയ്യുന്നു എന്നുള്ള ഇതാണ് സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇവർ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂട്ടത്തിലാണ് എന്നോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആലോചിച്ചോ, അവിടെ നിങ്ങളുടെ ക്വാളിറ്റി ലോ ക്വാളിറ്റിയാണ്. കാരണം എന്തോ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ, കൂട്ടത്തിൽ. അതായത് നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെ ശ്രദ്ധിക്കുമല്ല, അവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് ശ്രദ്ധിക്കുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ റീല് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങളോട് മിണ്ടുന്നതെന്ന് മനസ്സിലാവും. അതായത് അവർ വേറെ കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത് കൂടുതലും, നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇതാണ് ലോ ക്വാളിറ്റി. ഇവിടെ നിങ്ങൾ മൊത്തത്തിൽ കട്ടാവണം. ഞാനിപ്പം ഗേളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം അവൾ പറയും ഞാൻ ഫ്ലിപ്കാർട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കും എന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്, നീ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അവർ പറയും ഞാൻ ഫ്ലിപ്കാർട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഒരു സാധനം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന ഓർഡർ ചെയ്തിട്ട് വിളി, എനിക്കത് പറ്റത്തില്ല എന്ന് പറയും. എന്നോട് മിണ്ടുമ്പോൾ എൻ്റെ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോവും. ഞാൻ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് എവിടെ ഇത് പോകുന്നത്, സീൻ ചെയ്തിട്ട് എവിടെ പോകുന്നതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെ എപ്പോഴേലും വരുമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ പറ്റത്തില്ല. മെസ്സേജ് അയക്കുന്നെങ്കിൽ ഇരുന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് മെസ്സേജ് അയക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട്. ഇപ്പം വേറെ എക്സാമ്പിൾ പറയാം. മുമ്പ് വന്നൊരു ക്ലയൻറ്റ് പറഞ്ഞ്, ബ്രോ ഞാൻ നാളെ എൻ്റെ പെണ്ണുമായിട്ട് ബാംഗ്ലൂർ പോകുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് അവളും അവളുടെ ഫ്രണ്ട്സും അവരുടെ കാറിൽ വരും, ഞാൻ എൻ്റെ കാറിൽ ബാംഗ്ലൂർ വരെ ഒറ്റയ്ക്ക് പോകണം. അതായത് അവളും അവളുടെ ഫ്രണ്ട്സും കൂടെ, ഇപ്പോൾ തൃശ്ശൂരാണ് പുള്ളിയുടെ സ്ഥലം. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അവരുടെ കാറിൽ പെണ്ണുങ്ങളാണ് ഫ്രണ്ട്സ്. അപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും കൂടെ, അവളും അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കാറിൽ ബാംഗ്ലൂർ പോവും. ഇവൻ്റെ കാറിൽ ബാംഗ്ലൂർ എത്തണം അവരെത്തുന്ന സമയത്ത്. എന്നിട്ട് അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് അവളുടെ കൂട്ടുകാരോടെ തിരിച്ച് നാട്ടിൽ വരും. ഇവൻ എന്ത് ചെയ്യണം, ഇവൻ്റെ കാറിൽ തന്നെ തിരിച്ച് വരണം. ഇങ്ങനെ ഒരു ഇതില്ല. അപ്പോൾ ബ്രോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇവളിങ്ങനെ എന്നോട് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രോ അവളോട് ചെന്ന് ഇങ്ങനെ ചോദിക്കുക, അപ്പോൾ ഞാൻ എന്തിനാണ് നിനക്കൊക്കെ ബാംഗ്ലൂർ പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയാണ് വരുന്നത്, ബോഡി ഗാർഡായിട്ട്. എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. നിനക്കൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വാ, എനിക്ക് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റത്തില്ല. വരുന്നെങ്കിൽ എൻ്റെ കൂടെ കാറിൽ വാ, ഞാൻ കൊണ്ടുപോകാം. അവിടെ ചെന്ന് എൻജോയ് ചെയ്തിട്ട് ഞാൻ തന്നെ കാറിൽ കൊണ്ടുവരാം. അത് പറ്റത്തില്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വാ. ഇത്രയും പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ കുറച്ച് നേരം അവളിങ്ങനെ സംസാരിച്ചേടാ എന്തോ അങ്ങനെ ഇങ്ങനെ അതാണ് ഇതാണ്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു ബ്രോ ഒന്നുമില്ല, പറഞ്ഞ സ്റ്റാൻഡേർഡിൽ തന്നെ നിൽക്കുക, അതിൽ നിന്നൊന്നും വേണ്ട.
കുറച്ച് തിമിരായിട്ട് കുറച്ച് അഹങ്കാരമുള്ള രീതിയിൽ തന്നെ അങ്ങ് നിന്നോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ്. കുറേ നേരം സംസാരിച്ചിട്ട് അവൾക്ക് തന്നെ മനസ്സിലായി ഇവൻ ഇല്ല അവൻ ഒത്തു വരത്തില്ല, ശരിയാവത്തില്ല എന്ന് തോന്നിയിട്ട് അവൾ തന്നെ പറഞ്ഞ് ഞാൻ നിൻ്റെ കൂടെ കാറി വരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, തിരിച്ച് വരുമ്പോഴെങ്കിലും ഞങ്ങൾ എൻജോയ് ചെയ്ത് വന്നോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എന്നാൽ സമ്മതിച്ചോ, കുഴപ്പമില്ല, അങ്ങോട്ട് കാറി വരട്ടെ, അത് ബ്രോയ്ക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാളും പറഞ്ഞ് കുഴപ്പമില്ല ബ്രോ, അത് കുഴപ്പമില്ല, ഞാൻ ഇത്രയും ദൂരം പോകുമ്പോൾ ഞാനും അവളോട്ട് ഹാപ്പി ആയിട്ടിരിക്കാനല്ല ബ്രോ പോകുന്നത്, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവർ തമ്മിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ? നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ നോക്കൂത്തിയായിട്ടിരിക്കും എന്നൊക്കെ പറയത്തില്ലേ, ഈ നോക്കൂത്തിയായിട്ടിരിക്കുന്ന സാധനമല്ല, കാഷ്വൽ ഒബ്ജക്റ്റാണ്. ഓക്കെ, അതിൻ്റെ അവൈലബിലിറ്റി ലോ ക്വാളിറ്റി അവൈലബിലിറ്റിയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് അവൈലബിലിറ്റി കൊടുത്താൽ അത് ലോ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ സിനിമ കാണുമ്പം ആ ക്രൗഡിൽ ഫൈറ്റ് നടക്കുമ്പം ആ ഫൈറ്റ് ചെയ്യുന്ന ഹീറോയ്ക്ക് നമ്മൾ എന്ത് വില കൊടുക്കുന്നത്, കൂടി നിൽക്കുന്ന ക്രൗഡിന് എന്ത് വില കൊടുക്കുന്നത്? ആൾക്കൂട്ടത്തെ അടി കൂടുമ്പോൾ ആ ആൾക്കൂട്ടത്തിലെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ അതിലിപ്പോൾ നിങ്ങളുടെ ലവറോ അല്ലെങ്കിൽ ക്രഷോ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ചോദിക്കുക എവിടെ പോകാൻ ചോദിച്ചാൽ പറയും ഞാൻ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്, എൻ്റെ ഫ്രണ്ടിനാണ് ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ശരി എന്നാൽ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുമെന്ന് പറയണം. അപ്പോൾ ബിഗിനിങ്ങിൽ, അതായത് ഫസ്റ്റ് നിങ്ങളൊന്ന് മിണ്ടി തുടങ്ങിയതേ ഉള്ളെങ്കിൽ അതേ അവൈലബിലിറ്റി തരുന്നെങ്കിൽ നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം. കാരണം ഫ്രണ്ടിനോട് മിണ്ടുമ്പോഴും നിങ്ങളോട് ഒന്ന് മിണ്ടുന്നുണ്ടല്ലോ, മനസ്സിലായി? ഫ്രണ്ടിനോട് മിണ്ടുമ്പോൾ നിങ്ങൾ മൊത്തത്തെ അവോയ്ഡ് ചെയ്യുക, അത് ചെയ്യാതെ ഫ്രണ്ടിനോട് മിണ്ടുമ്പം ജസ്റ്റ് നിങ്ങളോട് വന്ന് മിണ്ടുന്നുണ്ട്, ഒരു നോർമൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറയാം, അത് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് മിണ്ടി തുടങ്ങി കുറച്ചൊക്കെ ആയെങ്കിൽ പറയാം, റീല് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങളെ മിണ്ടുന്നെങ്കിൽ പോയി റീല് കാണുമെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് റീല് കാണുന്നതിനിടയ്ക്ക് നിങ്ങളുടെ മെസ്സേജ്, അപ്പം റീല് കണ്ടുകൊണ്ടിരിക്കുന്ന 5-6 റീല് കാണും, ഒരു റീല് കണ്ടുകൊണ്ടിരിക്കും, ഒരു മിനിറ്റുള്ള റീല് കാണുമ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും, ഹായ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജിൻ്റെ ബാക്കി. അത് വരുമ്പോഴേ അവൾ ചിന്തിക്കുന്നത് റീല് കണ്ടു കഴിഞ്ഞിട്ട് പോയി റിപ്ലൈ ഇടാം, കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് വരും, ആ മെസ്സേജ് എടുക്കും, റീല് ചെയ്യും, എടുത്ത് റിപ്ലൈ ഇടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എങ്ങനെ കാണുമെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് എന്തെങ്കിലും ക്വാളിറ്റി അവർ തരുമോ? ഇല്ല, അവർക്ക് അത് ഫീൽ ചെയ്യത്തില്ല നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ തന്നെ അടുത്ത സബ് ചാപ്റ്റർ ആയിട്ടുള്ളത് അവൈലബിലിറ്റി ആൻഡ് വെയിറ്റിംഗ് ടൈം. അൺനെസസറി വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്, അൺനെസസറി വെയിറ്റിംഗ് ടൈം ഇസ് ഈക്വൽ ടു അൺഅട്രാക്റ്റീവ്, അല്ലെങ്കിൽ അത് ലോ ക്വാളിറ്റി അവൈലബിലിറ്റി. ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളെ ചേസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തല്ലോ, അതായത് നിങ്ങൾ എഫർട്ട് എടുക്കണം, അവരറിയാത്ത പോലെ എടുക്കണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനാവശ്യമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ഇതിൽ നിങ്ങളുടെ ലോ ക്വാളിറ്റി അവൈലബിലിറ്റി കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, ഞാനാണെങ്കിൽ ഒരു 10-11 +1 തോന്നുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പെണ്ണിനെ ഞാനും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനും വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഹോസ്റ്റൽ പോലെ, ഓക്കെ, ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവളും അവളുടെ കുറേ ഫീമെയിൽ ഫ്രണ്ട്സും ഉണ്ട്. ഓക്കെ, അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, നോർമലായിട്ട് സംസാരിക്കുക, കുറച്ചൊക്കെ കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇവളുടെ ഫ്രണ്ട്സ് എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവൾ എന്ത് ചെയ്ത്, എടാ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിനോട് സംസാരിക്കാൻ തുടങ്ങി, അതായത് ആ പെൺപിള്ളേരോട് സംസാരിക്കാൻ തുടങ്ങി. കുറേ നേരം സംസാരിച്ച്, അന്ന് ഞാൻ നൈസ് ചെയ്യാമെന്നും അറിയത്തില്ല, ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ഞാനങ്ങ് ഹോൾഡ് ചെയ്ത് നിന്ന്, അവൾ സംസാരിക്കാമെന്ന് വിചാരിച്ച്. അതായത് എൻ്റെ വിചാരം, ഇല്ല ഞാനിപ്പം അവൾ ഒന്ന് പോയ ഉടനെ ഞാൻ കട്ടാക്കിയിട്ട് പോയാൽ അത് അവളുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അതായത് എനിക്ക് സൈക്കോളജി അത്ര അറിയാത്ത സമയത്ത് പോലും ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, അന്ന് സൈക്കോളജി അറിയാത്തതുകൊണ്ട് ഞാൻ ചിന്തിച്ച്, അവൾ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചാലോ, ഇവനെന്താ എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ, ഞാൻ ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവന് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ, എൻ്റെ ഫ്രണ്ട്സിനോട് മിണ്ടിക്കൊണ്ടിരുന്നോണ്ടല്ലേ ഇവനത് മനസ്സിലാക്കിക്കൂടെ എന്ന് പറഞ്ഞ് അവരുടെ ഇൻട്രസ്റ്റ് പോകുന്ന ഞാൻ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ആ കോളിൽ തന്നെ ഇരുന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ ഇങ്ങനെ ഫോൺ എപ്പോഴും നോക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, കയ്യിലിരുന്ന് ഫോൺ നോക്കിയിട്ട് ഇവളിങ്ങനെ ഒരുമാതിരി ഇല്ല അന്തം വിട്ട പോലെ ഹലോ ഇങ്ങനെ ചോദിച്ച്. ഞാൻ ചോദിച്ചു പറയടിക്കെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കുക, നീ ഇതുവരെ പോയില്ലേ എന്ന്. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞോളൂ. അവൾ പറയാം, നീ ഇതുവരെ പോയില്ല, ഞാൻ വിചാരിച്ച് നീ എപ്പോഴും കട്ടാക്കി പോയി കാണുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10-15 മിനിറ്റ് ഞാൻ കൊടുത്ത അവൈലബിലിറ്റി ലോ ക്വാളിറ്റി അവൈലബിലിറ്റി, അതായത് അൺനെസസറി ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായില്ല, അന്ന് എനിക്കൊരു ഡൗട്ട് വന്നു, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ, ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നോ, ഇനി വെയിറ്റ് ചെയ്തുകൊണ്ട് എന്നോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞോ, എനിക്കറിയത്തില്ല എന്തോ സംഭവം എന്താ നടക്കുന്നതെന്ന്. ഇതേ കാര്യം തന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ കാര്യം തന്നെ സെയിം. ഞാനവൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കമ്പനിയായിട്ട് സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞ്, എടാ ഒരു കോൾ വരുന്ന ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ്. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ നല്ല പയ്യനല്ല, ഞാൻ ഹോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു 7-8-9 മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത്. അത്ര നേരം ഞാൻ കേട്ടോണ്ടിരിക്കുക, താങ്കൾ വിളിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുക, ഇത് കേട്ടോണ്ടിരിക്കുക. ഇത് കേട്ടിട്ടും എനിക്ക് കട്ടാക്കണമെന്നുണ്ട്, എന്നാലും ഇല്ല ചിലപ്പോൾ അവൾക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞാലോ, മറ്റേ പെണ്ണിനെ പോലെ ആയിരിക്കത്തില്ല ഇവൾ, വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എടുക്കും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് 8 മിനിറ്റായി 9 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് കോൾ എടുത്തത്. ഒരു 10 മിനിറ്റ് ആവാറായപ്പം കോൾ എടുത്തിട്ട് സെയിം ഡയലോഗ് ഇവൾ ചോദിക്കുക. ഇവളും ഹലോ എന്ന് ചോദിച്ച്,
ഞാനപ്പോൾ പറഞ്ഞ് ആ പറയടി ഹലോ എന്ന് പറഞ്ഞ്, എടാ നീ പോയില്ല, ഞാൻ വിചാരിച്ച് നീ എപ്പോഴേ കട്ടാക്കി പോയെന്ന് പറഞ്ഞ്. ഇതേ ഡയലോഗ് ഞാൻ അങ്ങ് വണ്ടറടിച്ച് പോയി. ഇത് രണ്ടും കൂടെ ആലോചിച്ച് കിളി പോയി ഞാനായിരിക്കും. അതായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഓരോ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഓർത്തപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായത്, പിന്നെ പിന്നെ ഞാൻ അവൈലബിലിറ്റിയെക്കുറിച്ച് പഠിച്ചു. ഒരുപാട് കാര്യത്തിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഒരു ഗേളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം. അതായത് അത് നമ്മുടെ വാല്യൂവിനെ, നമ്മുടെ അവൈലബിലിറ്റിയും ബാധിക്കുമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. വെയിറ്റ് ചെയ്യുന്ന പോലും, നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പോലുമല്ല, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈം പോലും ഈ അവൈലബിലിറ്റി പെടുമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ഗേളോട്ട് ഞാൻ മിണ്ടിക്കൊണ്ടിരുന്ന അവൾ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവൾ പറയാം എടാ ഞാൻ ഒരു കാര്യം ചെക്ക് ചെയ്യട്ടെ എന്തെങ്കിലും പറയുന്നത്. അവൾ വേറെ ആരോടും മിണ്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം മുതൽ ടൈമർ നോക്കും, എത്ര മിനിറ്റായി ഇവൾ എന്നോട് മിണ്ടായിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് കൂടുതലായാൽ ഞാൻ കട്ടാക്കും. അതുപോലെ അവൾ പറയും എടാ നിൽക്കട ഒരു കാര്യം, ഞാൻ ഇതൊന്ന് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ വോയിസ് ഒന്ന് കേട്ടോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ റീലൊന്ന് കണ്ടോട്ടെ, 1 മിനിറ്റ് എന്ന് പറയും. 2 മിനിറ്റ് കൂടിയാലും അപ്പം തന്നെ ഞാൻ പറയും, ഏതല്ല റിലേഷൻഷിപ്പ് ആയാലും ഏതല്ല ഞാൻ പറയും, എടി നിൽക്ക്, ഞാൻ പിന്നെ വിളിക്കാം, നീ അവരോട് സംസാരിക്കും, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറയും. അപ്പോഴേ ഞാൻ കട്ടാക്കും എന്നുള്ള ടെൻഷനിൽ ചിലർ സംസാരിക്കും, എടാ മാറ്റി നീ സംസാരിക്കും എന്ന് പറയും. ചിലർ ശരി എന്ന് പറഞ്ഞാൽ കട്ടാക്കും. രണ്ടായാലും അത് ചെയ്യാൻ പാടില്ല, അപ്പോൾ തന്നെ നിങ്ങളത് കട്ടാക്കണം. എന്തിന് കട്ടാക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരുപാട് അൺനെസസറി ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾ ഹൈ ക്വാളിറ്റി അല്ല, അതായത് നിങ്ങളുടെ അവൈലബിലിറ്റി ലോ ക്വാളിറ്റി ആക്കും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ബ്രോ അപ്പോൾ ഞാൻ ഒരു പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യാനേ പാടില്ലേ, അല്ലെങ്കിൽ എത്രത്തോളം ഞാൻ വെയിറ്റ് ചെയ്യണം എന്നൊരു ഡൗട്ട് വരും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എത്രത്തോളം ഒരു ഗേളിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്. ഇതിന് പ്രത്യേകിച്ച് കണക്കില്ല, ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ അവൈലബിലിറ്റിക്ക് വേണ്ടി ഞാൻ പറയാം, 3ആയിട്ട് തിരിക്കാം ഗേൾസിനെ. ലോ ഇൻട്രസ്റ്റ്, ആവറേജ്, ഹൈ ഇൻട്രസ്റ്റ്, ഇങ്ങനെ തിരിക്കാം. ഓക്കെ, ലോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറവാണ്. ഓക്കെ, അത് 2 രീതിയിലായിരിക്കും. ഒന്നുകിൽ നിങ്ങളോട് മിണ്ടി തുടങ്ങി ഇൻട്രസ്റ്റ് കുറവായിരിക്കും, ഇൻട്രസ്റ്റ് ആയി വരുന്നതേ ഉള്ളായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളോട് ഉള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുമായിരിക്കും. ഇപ്പം ഓക്കെ, 2 രീതി തിരിക്കാം. അപ്പോൾ അതാണ് ലോ ഇൻട്രസ്റ്റ്. രണ്ടാമത്തത് ആവറേജ് ഇൻട്രസ്റ്റ്, ഒരു നോർമൽ ഇൻട്രസ്റ്റ്. ഓക്കെ, നിങ്ങളോട്. മൂന്നാമത്തത് ഹൈ ഇൻട്രസ്റ്റ്. ഈ 3ലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് പല രീതിയിലാണ്. ഓക്കെ, ഇപ്പം ഞാൻ കോൾ ചെയ്യുന്ന എക്സാമ്പിൾ തന്നെ പറയാം. ഒരു പെണ്ണ് നിങ്ങളോട് ലോ ഇൻട്രസ്റ്റ്, ഒന്നുകിൽ നിങ്ങളോട് കുറച്ച് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുക. ഈ സമയത്ത് നിങ്ങളെ കോൾ വിളിക്കുമ്പം ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാം കുറച്ച് നേരം ഒന്നും മിണ്ടായിരിക്കും, ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 2 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കട്ടാക്കി പോകണം. ഇത് തന്നെ ആവറേജ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ, നിങ്ങളോട് ഒരു നോർമൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ നോർമൽ ഇൻട്രസ്റ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കണം. ഇതാ കാര്യം. ഓക്കെ, 2 രീതി തിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ, ചില സമയത്ത് നിങ്ങൾ കുറച്ച് അധികമായിട്ട് വെയിറ്റ് ചെയ്യണം, 2 മിനിറ്റ് കൂടുതൽ വെയിറ്റ് ചെയ്യണം. ചില സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കണം. അതായത് നോർമൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ, നോർമൽ ഇൻട്രസ്റ്റ് അവർ നിങ്ങൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യുമായിരിക്കും കുറച്ച്. ഓക്കെ, അങ്ങനെയായിരിക്കും. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, അവരെ കൊണ്ടുകൂടെ വെയിറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തത് ഹൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തോ കുഴപ്പമില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരിട്ട് മീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചോ. നേരിട്ട് മീറ്റ് ചെയ്യുമ്പം നിങ്ങൾ പറയുകയാണ് എടി ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാം, എന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയാം. അവൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി, കാരണം അവൾ നല്ല ഇൻട്രസ്റ്റ് നിൽക്കും. അപ്പം നിങ്ങൾ നാളെ ഒരു ദിവസം അവൾ വന്ന് ഇങ്ങനെ പറയുമോ, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങാൻ കുറച്ചുകൂടെ ടൈം എടുക്കും, അതുവരെ നിൽക്കുമെന്ന് ചോദിക്കുക. നമുക്ക് നിൽക്കാം, കാരണം ഹൈ ഇൻട്രസ്റ്റാണ്, അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ അത് ലോ ക്വാളിറ്റി ആയിട്ട് തോന്നത്തില്ല, കാരണം അവർ ഹൈ ഇൻട്രസ്റ്റ് നിൽക്കുകയാണ്. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം നിങ്ങളോട് സംസാരിക്കണമെന്ന്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് തന്നെ ലോ ഇൻട്രസ്റ്റ് ഉള്ള ഗേളാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത്, എടി ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്ത്, നീ ഇനി വരുന്നില്ലെങ്കിൽ ശരി നാളെ കാണാമെന്ന് പറയാം. ഓക്കെ, നോർമൽ ഇൻട്രസ്റ്റ് ഉള്ള ഗേളാണെങ്കിൽ എടി ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് വന്നില്ലെങ്കിൽ ശരി പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകണം. അതായത് വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അവരെത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു അത് തന്നെ നിങ്ങൾ മിറർ ചെയ്യണം. ഓക്കെ, ഒരു ഗേൾ നിങ്ങളോട് എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു, അതായത് ഒരു ഗേളിന് വേണ്ടി എത്രത്തോളം നിങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ അവൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവളായിരിക്കണം. അതായത് എപ്പം ഒരു ഗേളിന് വേണ്ടി നിങ്ങൾ എത്ര വേണേലും വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് കാണിക്കണമെന്ന് ചോദിച്ചാൽ, അവൾ നിങ്ങൾക്ക് വേണ്ടി എത്ര വേണേലും വെയിറ്റ് ചെയ്യുന്ന റെഡി ആവുന്നവരെ അതുവരെ നിങ്ങൾ കാണിക്കുകയും ചെയ്യില്ല. അങ്ങനെ അപ്പോഴും മാത്രമേ നിങ്ങൾ കാണിക്കാവൂ. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ലോ ഇൻട്രസ്റ്റ്, ഓക്കെ, ഇൻട്രസ്റ്റ് കുറവുള്ള ഗേളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ പറയണം വൈകിട്ട് 5 മണിക്ക് നമുക്ക് വിളിച്ചാലെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വൈകിട്ട് 5 മണിക്ക് വിളിക്കും, അവരെടുക്കത്തില്ല, കുറച്ച് ടൈമോടെ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറയാം. നിങ്ങൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട്, ഓക്കെ ശരി ഞാൻ ഇനി ജിമ്മിന് പോവാം, ഇനി വിളിക്കണ്ട, ഇനി പിന്നെ എപ്പോഴേലും വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ IPL കാണാൻ പോവാം പിന്നെ വിളിക്കാം, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളും പോകണം. നിങ്ങൾ എത്രയും ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുമെന്ന് അവർക്ക് തോന്നുകയും ചെയ്യല്ലേ അവർക്ക് വേണ്ടി. നോർമൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്ന പോലെ കാണിക്കണം. അതായത് ശരി എന്നാൽ ഞാൻ ജിമ്മിൽ പോവാം, നീ എന്തായാലും വിളിക്കുമ്പോൾ എടുക്കാമെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ IPL കാണാൻ പോവാം, എന്നാലും നീ വിളിക്കുമ്പോൾ എടുക്കാമെന്ന് പറയണം. ഹൈ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം അവരും
ടൈം കണ്ടെത്തി വിളിക്കണമെന്നൊരു ഐഡിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാം. പക്ഷേ ഓവറോൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് വേണ്ടി നല്ലപോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ ഓക്കെ നിങ്ങൾ ഓവറായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവരെ കാണിക്കുകയും ചെയ്യൽ. ഇത് തന്നെ വേറെ കാര്യമുണ്ട്. നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയും മിണ്ടിക്കൊണ്ടിരിക്കുക ഓക്കെ. കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പാണെങ്കിൽ ശേഷമാണെങ്കിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താ എന്നോട് മിണ്ടാത്ത, എന്താ വിളിക്കാത്തതെന്ന് പറയാം ഓക്കെ. അവർ പറയുന്നത് ഇല്ല എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല, ഇങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ ശനിയാഴ്ച നിന്നെ കാണാൻ വരും, അപ്പം നീ ഒന്ന് വരണം, നമുക്കൊന്ന് കാണാമെന്ന് പറയാം. അവൾ അവൈലബിൾ ആണെന്ന് വിചാരിച്ചോ. അതായത് അവൾക്ക് പ്രത്യേകിച്ച് നിങ്ങളെ കാണാൻ അവൾക്കൂടെ വരാൻ വേണ്ടി പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല, ജോലിയിലോ അങ്ങനെ അല്ലെങ്കിൽ വീട്ടുകാരുടേതോ ഒന്നുമില്ല. അവൾ വിചാരിച്ചാൽ അവൾക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതായത് ഫീമെയിൽ സൈക്കോളജി ഇങ്ങനെയാണ്, ഫീമെയിലല്ല മെയിലിൻ്റെ സൈക്കോളജി ഇങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണിന് നിങ്ങൾ ചോദിക്കുന്നൊരു കാര്യം തരാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും തരുന്നില്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അർത്ഥം. ഇതിന് ഏത് കാര്യമായിരിക്കും. ഇപ്പോൾ മീറ്റിങ്ങിന് വരാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും മീറ്റിങ്ങിന് വരുന്നില്ലെങ്കിൽ അവർക്കത് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അർത്ഥം. ഇപ്പോൾ കോൾ വിളിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, വിളിക്കുന്നില്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾ അവളുടെ നാട്ടിൽ വന്നിട്ട് പറയുവാണ് ഞാൻ ദാണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡിലുണ്ട്, നീ വാ എന്ന് പറയാം. അവൾ ചിലപ്പോൾ റിപ്ലൈ തരത്തില്ലായിരിക്കും. നിങ്ങൾ വീണ്ടും പറയും ഞാനിവിടെ ഉണ്ട്, വാ എന്ന് പറയും. നിങ്ങൾ ഒരു അരമണിക്കൂറോ എല്ലാം വെയിറ്റ് ചെയ്യും. അരമണിക്കൂർ ഓക്കെ, 20 മിനിറ്റ് അരമണിക്കൂറിനുള്ളിൽ അവരവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഇറങ്ങാൻ പോവാണ് അല്ലെങ്കിൽ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പോസിറ്റീവ് റിപ്ലൈ ഒന്നും വന്നില്ലെങ്കിൽ ഓക്കെ ശരി, ഞാൻ ഇത്ര നേരം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പറ്റത്തില്ലെങ്കിൽ ഞാനും പോകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകണം. അവിടെ നിങ്ങൾ അതിൽ കൂടുതൽ നിന്നാൽ അത് നിങ്ങളുടെ അവൈലബിലിറ്റി ക്വാളിറ്റി ഇല്ലാത്ത അവൈലബിലിറ്റി ഓക്കെ. നിങ്ങളുടെ വെയിറ്റിംഗ് ടൈം ക്വാളിറ്റി ഇല്ല ഓക്കെ. വെയിറ്റിംഗ് ടൈം അവൈലബിലിറ്റിയാണ്, അതൊരു എഫേർട്ടാണ്. അപ്പോൾ അതിന് ക്വാളിറ്റി ഇല്ല. ഇപ്പോൾ എനിക്ക് മുമ്പ് വന്നൊരു ക്ലയൻ്റ് അല്ല, ഡൗട്ട് ക്ലാരിഫൈ സെക്ഷനിൽ വന്നേ ഓക്കെ. അയാൾക്ക് ഇഷ്ടമുള്ളൊരു ക്രഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ക്രഷും അവരും തമ്മിൽ നല്ലപോലെ മിണ്ടുന്നുണ്ടായിരുന്നു. മിണ്ടിയിട്ട് ഈ പെണ്ണ് അവളുടെ ബർത്ത്ഡേ പാർട്ടി പോലെ എന്തോ ഒരു പാർട്ടി നടക്കുക വീട്ടിൽ ഓക്കെ. അപ്പോൾ അവളുടെ ഫ്രണ്ട്സുണ്ട്, വീട്ടുകാരുണ്ട്. അവൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് വരാൻ പ്രത്യേകിച്ച് ഒരു തടസ്സമില്ല ഓക്കെ. അവൻ വീടിന് പുറത്ത് വന്നിട്ട് അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ്, അതായത് അവൻ നല്ല ആർട്ടൊക്കെ അറിയുന്നതാണ്, ആർട്ടൊക്കെ വെച്ച് ക്ലേ ഒക്കെ വെച്ച് അവളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അതുപോലെ അവളുടെ ഫേസ് ഇതൊക്കെ വെച്ചിട്ട് അതുപോലെ അവളെപ്പോലൊരു ചെറിയൊരു ശില്പം പോലെ ഉണ്ടാകുമല്ലോ, അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി ഒരു ഹാഫ് സാരി മോഡൽ ഓക്കെ. അതുണ്ടാക്കിയിട്ട് അത് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കുക വെളിയിൽ. അപ്പം അവൻ പറയുകയാണ് എടി നിനക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഗിഫ്റ്റ് ഒന്ന് വാങ്ങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് കുറച്ച് റിച്ച് പോലെ ഓക്കെ, വീട്ടിലെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഈ പയ്യന് നല്ല റിച്ച് പോലെ, എന്നാലും അവൾക്ക് എന്തോ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവൾ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടും വരുന്നില്ല ഓക്കെ. അവൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഏതാണ്ട് 2 മണിക്കൂർ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കും, അകത്ത് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അവൾ അങ്ങോട്ട് വിളിച്ചതുമില്ല, പുറത്തോട്ട് പോകുന്നതുമില്ല. അവൾ അവിടെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഓക്കെ. ഇവൻ വെളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനങ്ങ് തിരിച്ചു പോയി ഓക്കെ. തിരിച്ചു പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾ ദേഷ്യത്തിൽ പറയുക നീ എന്തിനാ ഞാൻ വരുന്നവരെ നോക്കിയെന്ന്, അതാ സെക്യൂരിറ്റിയുടെ കൈയോ എല്ലാം കൊടുത്തിട്ട് പൊയ്ക്കൂടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ കേൾക്കുന്ന ആൾക്ക് എന്തോരം വിഷമം വരുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെല്ലാം ലോ ക്വാളിറ്റി അവൈലബിലിറ്റിയാണ്. അവനെങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? അരമണിക്കൂർ അത്രയും മതി. അരമണിക്കൂർ നിൽക്കുന്നു ഓക്കെ. അരമണിക്കൂർ നിന്നിട്ട് ശരി നീ വരുന്നില്ല, ഞാൻ ഇതെടുത്ത് എറിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പണി നോക്കി പോവാം, അല്ലെങ്കിൽ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാനിത് വേറെ ഏതെങ്കിലും പെണ്ണിന് കൊടുത്തോളാം, അല്ലെങ്കിൽ ഇതാണ്ട മയിര് ഇവിടെ കളഞ്ഞിട്ട് ഞാൻ പോവാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അപ്പോഴും നിങ്ങൾ ഇൻട്രസ്റ്റ് കുറഞ്ഞ പോലെ പോകണം. എന്നിട്ട് പിന്നെ ചെന്ന് മിണ്ടിക്കോ, 1-2 ദിവസം കഴിഞ്ഞ് പിന്നെയും മിണ്ടിക്കോ, കുഴപ്പമില്ല. അതായത് ആ മൊമെൻറ്റിൽ നിങ്ങളെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട മയിര് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാൻ. അപ്പോൾ തന്നെ അവർക്ക് സബ് കോൺഷ്യസ് ആയിട്ട് മനസ്സിലാവും നീ എനിക്ക് അവൈലബിലിറ്റി തന്നില്ലെങ്കിൽ ഞാൻ നിനക്കും അവൈലബിലിറ്റി തരത്തില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 രീതിയിൽ അവർക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ഒന്ന് അപ്പം തന്നെ ഇൻട്രസ്റ്റ് വരുന്നതും ലോങ് ടൈമിൽ ഇൻട്രസ്റ്റ് വരുന്നതും. അപ്പം തന്നെ ഇൻട്രസ്റ്റ് വരുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുന്നത്, ഇതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് വരും. അപ്പം തന്നെ ചില ഇൻട്രസ്റ്റ് അപ്പം തന്നെ കുറച്ച് റൈസ് ആവും, ചിലത് അപ്പോഴേ റൈസ് ആവാതെ ലോങ്ങിലായിരിക്കും, മുന്നോട്ട് പോകുന്നതോറായിരിക്കും, റൊട്ടീനായിട്ട് നടക്കുമ്പോഴായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞത് കിട്ടേ, റെസ്പെക്റ്റിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തല്ലോ കഴിഞ്ഞ ചാനലിൽ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഓൺ ദ സ്പോട്ടിലുണ്ടാകുന്ന അട്രാക്ഷൻ്റെ കാര്യമല്ല പറയുന്നത്, ഭാവിയിൽ അല്ലെങ്കിൽ ലോങ് ടൈമിൽ മുന്നോട്ട് പോകുന്നതോറും ഉണ്ടാകുന്ന അട്രാക്ഷനാണ്, നിങ്ങളുടെ ബിഹേവിയർ കണ്ടുവരുന്ന അട്രാക്ഷൻ. നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ ലോയർ വാല്യൂ ആയിട്ട്, അവരെക്കാളും വാല്യൂ കുറഞ്ഞ ആളായിട്ട് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ അപ്പോഴേ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെങ്കിൽ അതാണ് ഹയർ വാല്യൂ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഒരു 18 വയസ്സുള്ള സമയത്ത് 18-19 ഈ ഇടയ്ക്ക് കുറേ ഇതുപോലെ തട്ടിക്കൂട്ടി കുറേ റിലേഷനിലൊക്കെ വരുമായിരുന്നു. ആ ടൈമിൽ ഒരു ചൈൽഡിഷ് പെണ്ണുമായിട്ട് ഞാൻ ഇഷ്ടത്തിലായിരുന്നു ഇടയ്ക്ക്.
ഞാനിവിടെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ അല്ല ബോംബ് സ്ക്വാഡ് ഗെയിം ഉണ്ടല്ലോ, അവൾ നല്ല ചൈൽഡിഷാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബോംബ് സ്ക്വാഡ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവൾക്ക് അയച്ചു കൊടുത്ത്. അവൾ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അവളെ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്നത്, ബോംബ് എറിയുന്നത് നല്ല രസമായിരിക്കും കളിക്കാൻ. ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്ത്. അവൾ ചാറ്റ് സീൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് 2-3 മെസ്സേജ് ഞാനിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, നമുക്ക് കളിക്കാം, നല്ല ഗെയിമാണെന്ന് പറഞ്ഞ്. അവൾ മറ്റേ ലവിൻ്റെ ഇമോജിയൊക്കെ ഇട്ട്, സ്മൈലിൻ്റെ ഇമോജിയൊക്കെ ഇട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞ് അവൾ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാനപ്പോൾ കോഡൊക്കെ അയച്ചു കൊടുത്ത്, ഈ പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ട് 2 പേർക്ക് മാത്രം കയറാൻ പറ്റുന്ന അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ കയറ്. അവൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോഴേ ഞാൻ ചോദിച്ചു ഡൗൺലോഡ് ചെയ്തില്ലെന്ന് ചോദിച്ചു. അവന് ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റിപ്ലൈ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഡൗൺലോഡ് ചെയ്യേ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ആ മെസ്സേജും കുറേ കഴിഞ്ഞാൽ റിപ്ലൈ തന്നെ, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് സീൻ ചെയ്തിട്ട് മാത്രം ഇട്ട് എന്നിട്ട് ഞാൻ എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഞാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. ഞാൻ ആ ഗെയിം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കയറും എന്ന് പറഞ്ഞ് വീണ്ടും കോഡ് എടുത്ത് അയച്ചു കൊടുത്തു. അവൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഡൗൺലോഡ് ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ 3-4 ഇത് റിപ്ലൈ തരുന്നില്ല. എന്നിട്ടും ആക്റ്റീവായിട്ട് വേറെ എന്തോ റീല് കണ്ടോണ്ടോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നിട്ട് മെസ്സേജ് ഇട്ട് ഇനി ഡൗൺലോഡ് ചെയ്യേണ്ട, അമ്മയുടെ അടുത്ത് കളഞ്ഞു തരും. അതായത് അവൾ ഡൗൺലോഡ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇനി എടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡൗൺലോഡ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ, അമ്മയുടെ അടുത്ത് ഡിലീറ്റ് ചെയ്ത് കളാ, ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവളെന്തോ പിണക്കമായോ അങ്ങനെയൊക്കെ ചോദിച്ചൊന്നും വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി അത് കളിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മിണ്ടി ഇരുന്നപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവൾ വിചാരിച്ച് കുറച്ചുകൂടെ ഒന്ന് മിണ്ടി ഓക്കെ അതിന് ശേഷം അവൻ്റെ പിണക്കമൊക്കെ മാറിയിട്ട് എൻ്റെ പിണക്കമൊക്കെ മാറ്റാൻ വീണ്ടും കളിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവൾ ചോദിച്ചു എടാ നമുക്ക് മറ്റേ ഗെയിം കളിച്ചാലോ, നീ ഒരു ഗെയിമിൻ്റെ കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അതിനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൾ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, അതവിടെ കഴിഞ്ഞു, വേറെ എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് മാറ്റിയിട്ട് വേറെ കാര്യത്തിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു മെന്നാണ്. ഞാനിപ്പം ഓപ്പോസിറ്റ് ജെൻഡർ എൻ്റെ ലവറിനോട് ഞാനിപ്പം ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനോ വീഡിയോ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനോ ചോദിക്കുന്നത് ഞാൻ അവരുടെ അവൈലബിലിറ്റി ചോദിക്കുന്ന പോലെ. അതായത് ഞാൻ എൻ്റെ അവൈലബിലിറ്റി കൊടുക്കുന്നത് മാത്രമല്ല അവരുടെ അവൈലബിലിറ്റി ഞാൻ ചോദിക്കുകയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ നമ്മൾ എന്ത് കാര്യത്തിന് അവൈലബിലിറ്റി കൊടുക്കുമെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലായിരിക്കും നമ്മുടെ ടൈം, എനർജി, മണി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് നല്ലതുമായിരിക്കും ചീത്തയായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കുന്നത്, ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ മണി, എൻ്റെ പൈസ, എൻ്റെ സമയം, എൻ്റെ എനർജി ഇതെല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ലോജിക്കില്ല അവിടെ, അതിന് വിലയില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് കാര്യം എടുത്ത് നോക്കിയോ, നിങ്ങൾ കയ്യിലുള്ളതോ നിങ്ങൾ നേടിയതോ എന്ത് കാര്യമോ, കളഞ്ഞു കിട്ടിയതോ വേറെ വഴിയോ കിട്ടിയൊന്നുമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് കാര്യം എടുത്താലും നിങ്ങളെപ്പോഴും അതിന് വേണ്ടി ടൈം, നിങ്ങളുടെ എനർജി ഒന്നുകിൽ നിങ്ങളുടെ ടൈം മെനക്കെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ അധ്വാനിച്ചോ എനർജി മെനക്കെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾ മണി മെനക്കെട്ട് കാണും, ചിലപ്പോൾ ഇത് 3ഉം കാണും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ അവിടെ അവൈലബിലിറ്റി കൊടുത്താണ് അത് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളൊരു അറിവ് വേണമെന്ന് പറഞ്ഞാണ് വീഡിയോ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ടൈമാണ് നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കല്ല നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ടൈം കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് വേറെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എനർജി തരുമായിരിക്കും. നിങ്ങൾ ടൈമും എനർജിയും അതുപോലെ മണി ഉണ്ട്. നിങ്ങൾ കാശ് കൊടുത്ത് റീചാർജ് ചെയ്തിട്ട് പലത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ടൈമും മണിയും ഇത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോഴേ ഇതുപോലെ ഏതോ രീതിയിൽ നിങ്ങൾ അവൈലബിൾ ആവുകയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗേളിനോട് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നത്, ഞാൻ അവളുടെ അവൈലബിലിറ്റി ചോദിക്കുകയോ ചെയ്യുന്നത്. ഞാൻ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോള് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോൾ ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി വിളിച്ച് ഞാൻ അവരുടെ അവൈലബിലിറ്റി കൂടെ ചോദിക്കുന്നത്. അവർ അവൈലബിലിറ്റി തരുന്നില്ല. അപ്പം എൻ്റെ അവൈലബിലിറ്റിയുടെ, അതായത് എൻ്റെ വാല്യൂ ആണ് അവിടെ പോകുന്നത്. അപ്പോഴേ അതായത് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതിൽ എനിക്ക് വാല്യൂ ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ടൈമിന് വാല്യൂ ഇല്ല, ഞാൻ അവരെ കെയർ ചെയ്യുന്നതിന് വാല്യൂ ഇല്ല. ഓക്കെ, എനിക്ക് വാല്യൂ ഇല്ല, എനിക്കപ്പോൾ റെസ്പെക്റ്റ് തരത്തില്ല. അപ്പോൾ വീണ്ടും ഇതേപോലെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ എന്നെ വാല്യുബിളായിട്ട് തോന്നണം. ഓക്കെ, നമ്മളെ വാല്യുബിളായിട്ട് തോന്നാൻ പല വഴികളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇനി ചാനൽ ചെയ്യാം. അപ്പോൾ വാല്യുബിളായിട്ട് തോന്നാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ലോ ക്വാളിറ്റി നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ലോ ക്വാളിറ്റി റിജക്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ക്വാളിറ്റി എനിക്ക് വേണ്ട, നേരെ തരാൻ പറ്റുമോ ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട, അതായത് ലോ ക്വാളിറ്റി തരുന്നതിൽ നമ്മൾ ഒട്ടും അവൈലബിൾ അല്ലാതിരിക്കണം. ഓക്കെ, അപ്പോഴെന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ മുമ്പ് ആ സെൽഫ് റെസ്പെക്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇവന് ലോ ക്വാളിറ്റി കൊടുത്താൽ അവൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഞാൻ ഹൈ ക്വാളിറ്റി കൊടുത്താലേ ഇവൻ അവൈലബിൾ ആവൂ. ഓക്കെ, ഞാനിവിടെ ഹൈ ആയിട്ട് അവൈലബിൾ ആയാലേ അവൻ അവൈലബിൾ ആവൂ. ഞാൻ റീല് നോക്കിക്കൊണ്ട് വിളിച്ചാൽ എനിക്ക് അവൈലബിൾ ആവത്തില്ല. ഞാൻ വേറെ ആളുകളോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സംസാരിച്ചാൽ അവൈലബിൾ ആവത്തില്ല. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് ഹോട്ട് ആൻഡ് കോൾഡ് കാണിച്ചാൽ അവൈലബിൾ ആവത്തില്ല. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ഒരു വാല്യൂ വരാൻ തുടങ്ങും. നമ്മുടെ അവൈലബിലിറ്റിക്ക് വാല്യൂ കിട്ടുമ്പോൾ ഐഡൻറ്റിറ്റിക്ക് വാല്യൂ വരാൻ തുടങ്ങും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരേതോ ഒരു രീതിയിൽ നിങ്ങളോട് അവൈലബിൾ ആവും. ഞാൻ പറഞ്ഞല്ലോ, ടൈം, മണി, എനർജി. ഓക്കെ, ഇത് നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ വാല്യൂ ആയിട്ട് കാണും. ഇപ്പോൾ ഇതേ വീഡിയോ തന്നെ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കൂടിയ പോലെ തോന്നും ഇതേ വീഡിയോ.
കാരണം നിങ്ങൾ ടൈമും എനർജിയും മാത്രമല്ല നിങ്ങൾ മണിയും കൂടെ അത് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 രീതിയിൽ അവൈലബിൾ ആവുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് മണിയല്ല, ടൈമും എനർജി ആയിരിക്കും മെയിനായിട്ടുള്ളത്. അപ്പോൾ അവർ കറക്റ്റായിട്ട് അവരുടെ ടൈം, കറക്റ്റായിട്ടുള്ള അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അവർ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ നമുക്ക് വേണ്ടി തരുന്നത്. ഓക്കെ, ഇത് രണ്ടും അവർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും തോറും അവർ നമ്മൾ വാല്യൂ ഉള്ളതായിട്ട് തോന്നും. അതായത് ടൈമും എനർജി എന്നുള്ള രീതിയിൽ അവർ നമുക്ക് അവൈലബിൾ ആവുന്നു. അപ്പോൾ അവർ നമ്മൾ ഇൻവെസ്റ്റാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പം ഡേറ്റിങ്ങിലായാലും അല്ലാതെ ആയാലും ഗേൾസിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് തന്നെ എഫേർട്ട്. ഓക്കെ, എഫേർട്ട് ഇത് ഒന്ന് തന്നെ. അതായത് അവരെ കൊണ്ട് എഫേർട്ട് എടുപ്പിക്കണം, അവരെ കൊണ്ട് ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറയുന്ന ഇതുണ്ട്. കാരണം അവർ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അവർ നമുക്ക് വേണ്ടി എഫേർട്ട് എടുക്കണം. അതായത് അവർക്കൊരു ഫീൽ വരണം, ഞാനും ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു ഫീൽ അവർക്ക് വന്നാൽ മാത്രമേ ഞാനും അങ്ങോട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നൊരു ചിന്ത അവർക്ക് വരത്തുള്ളൂ. എനിക്ക് മാത്രമേ അത് വർക്കാവത്തുള്ളൂ. അല്ലാതെ ഒരാൾ മാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട്, ഞാനൊന്നും എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ള ഫീൽ അവർക്ക് കിട്ടാൻ പാടില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് വൺ സൈഡ് ലവ് പരാജയപ്പെട്ടു പോകാൻ കാരണം അതാണ്. കാരണം ആലോചിച്ച് നോക്ക്, വൺ സൈഡ് ലവിൽ ഒരാൾ മാത്രം, ഓക്കെ, രണ്ടുപേരുള്ള പ്രോസസ്സിൽ ഒരാൾ മാത്രം എഫേർട്ട് എടുക്കുന്നു, ഒരാൾ മാത്രം അവൈലബിൾ ആവുന്നു, ഒരാൾ മാത്രം ടൈം, എനർജി, മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നു, മുട്ടായി വാങ്ങി കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തിനും ടൈം, എനർജി, മണി ഇതെല്ലാം ഒരുത്തൻ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുത്തി മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരാൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോസസ്സ് കറക്റ്റായിട്ട് പോകത്തില്ല. രണ്ടുപേരും എഫേർട്ട് എടുക്കണം, രണ്ടുപേരും ഇനിഷ്യേറ്റ് ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം അത് പോകേണ്ടത്. അതേസമയം ഓപ്പോസിറ്റുള്ള ആളിനെ ആലോചിച്ച് നോക്ക്. അയാളെ എഫേർട്ടൊന്നും എടുക്കുന്നില്ല, ഇനീഷ്യേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അയാൾ കെയർ ചെയ്യുന്നില്ല. ഓക്കെ, അയാൾ ഇത് തള്ളിപ്പൊക്കൊണ്ടിരിക്കും, അകന്ന് പൊക്കൊണ്ടിരിക്കും, മറ്റേ ആൾ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവർ അകന്നു പോകുന്ന ആൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, മണി പോട്ടെ, മണിയുടെ കാര്യം ഇവിടെ, എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, രണ്ടും ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അവരൊരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അതിനെ വാല്യൂ ആയിട്ട് കാണത്തുള്ളൂ. അതുകൊണ്ടാണ് അവരെ കൊണ്ട് എഫേർട്ട് എടുപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? അവൈലബിലിറ്റി, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോറിറ്റി അവൈലബിലിറ്റി തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഓക്കെ, ഒരു കണക്ഷനുണ്ട്. അത് നിങ്ങളുടെ അവൈലബിലിറ്റിയുടെ ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ചില അടുത്ത് നിങ്ങൾ അവൈലബിൾ ആവുന്ന ലോ ക്വാളിറ്റി അവൈലബിലിറ്റി ആയിരിക്കും. പിന്നുള്ളത് അടുത്ത ടോപ്പിക്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് അവൈലബിലിറ്റി ആൻഡ് അതർ ഇൻറ്റൻഷൻ അവൈലബിലിറ്റി. അതർ ഇൻറ്റൻഷൻ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അവർ തന്നെ നമ്മളോട് അവൈലബിലിറ്റി വയ്ക്കും, അല്ലെങ്കിൽ അവർ തന്നെ അവൈലബിലിറ്റി തരാൻ വരും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ചില്ലറ കാര്യത്തിനുണ്ട്, നിങ്ങൾക്കറിയാം അവിടെ പ്രോസസ്സൊന്നും നടക്കുന്നില്ല, പ്രോസസ്സില്ല, പ്രോഗ്രസ് ഇല്ല, നിങ്ങളുടെ അവൈലബിലിറ്റി മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളെ പെണ്ണ് വിളിച്ചിട്ട് പറയും, അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു കോളേജിലാണെന്ന് വിചാരിച്ചോ, കോളേജിൽ നടന്ന എന്തെങ്കിലും കാര്യം അറിയാൻ വേണ്ടിയോ, അല്ലെങ്കിൽ അതായത് വേറെ ആരുടെയെങ്കിലും ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നിങ്ങളെ വിളിക്കും, ഒരുപാട് നേരം സംസാരിക്കും. നിങ്ങൾ വിചാരിക്കും, അയ്യോ എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു, അപ്പോൾ എന്നോട് ഇൻട്രസ്റ്റ് കൂടി കാണും, എനിക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടി കാണുമെന്ന് വിചാരിക്കും. ചില ഗേൾസുണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം വിളിക്കും. ഓക്കെ, പൈസയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് അതായത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. അപ്പോൾ ഒരുപാട് ഗേൾസിനോട് മിണ്ടുമ്പോൾ ഈ റീചാർജ് തീരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ച് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് അത്രയും നേരം ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്ന ഗേൾ ഹോട്ട് ആൻഡ് കോൾഡ് കളിച്ചൊക്കെ നിന്നത്, നമ്മൾ അങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്തത് റീചാർജിന് അതായത് പെണ്ണുങ്ങൾ ഭയങ്കര ബുദ്ധിയാണ്, ഞാൻ കുറ്റപ്പെടുത്തുമല്ല. ഏതാണ്ട് ഒരു 10 ദിവസം മുമ്പേ തുടങ്ങും ഇവരുടെ പ്ലാനിങ്. ഓക്കെ, 10 ദിവസം മുമ്പേ ഇവർ ആ പ്രോസസ്സ് തുടങ്ങും നമ്മളെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിക്കാനുള്ള. 10 ദിവസം മുമ്പേ നല്ലോണം വിളിക്കും, നല്ലപോലെ സംസാരിക്കും, ചിലപ്പോൾ വീഡിയോ കോളും ചെയ്യും. നമ്മൾ വിചാരിക്കും മനസ്സിൽ ഇടപെട്ട് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ടെന്ന് വിചാരിക്കും. ഇത്ര ഇത് കഴിഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റ് അങ്ങ് പോകും. അതായത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പോകും. ഞാനപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യും. ചില പെണ്ണുങ്ങൾ ഇതുപോലെ റീചാർജൊക്കെ ചെയ്യാൻ വേണ്ടി വിളിക്കുമല്ലോ, റീചാർജ് ചെയ്തിട്ടും കുറേ നേരം നല്ലപോലെ സംസാരിക്കും. അല്ലെങ്കിൽ അവർക്ക് പാൽ വാങ്ങാൻ പൈസയില്ല, പഞ്ചാര വാങ്ങാൻ പൈസയില്ല, പഴം വാങ്ങാൻ പൈസയില്ല, ഇങ്ങനെ പറഞ്ഞൊക്കെ നമ്മുടെ അടുത്ത് വാങ്ങിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് ഭയങ്കര ചൈൽഡിഷായിട്ട് ബിഹേവ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ റീചാർജ് സ്ഥിരമായിട്ട് ഇപ്പം എല്ലാ മാസവും ചെയ്യിപ്പിക്കുന്ന ഗേൾസിനൊക്കെ ഞാൻ മുമ്പൊന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. മുമ്പ് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് കൂടുന്ന സമയത്ത് ഞാൻ ഗൂഗിൾ പേ എടുത്ത് നോക്കും. ഗൂഗിൾ പേയിൽ ഇവരുടെ പ്ലാൻ എക്സ്പയർ ആവുന്നോ നോക്കുമ്പോൾ ഇവരുടെ പ്ലാൻ ഇത്ര ദിവസത്തിനുള്ളിൽ എക്സ്പയർ ആവുമെന്ന് അറിയാൻ പറ്റും. 2-3 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റുമല്ലോ പ്ലാൻ എക്സ്പയർ ആവുന്നുണ്ടോ ഇല്ലയെന്ന്. ഞാൻ അവിടെ അവൈലബിൾ ആവത്തില്ല. അവൈലബിൾ ആവുന്ന എപ്പോഴായിരിക്കും? ആ റീചാർജിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ. ഓക്കെ, അവരെപ്പോൾ ഇങ്ങോട്ട് വിളിക്കുന്നു അപ്പോഴും അവൈലബിൾ ആവും. അല്ലെങ്കിൽ റീചാർജിൻ്റെ ദിവസം തീർന്നിട്ട് 3, 4, 5 ദിവസം കഴിഞ്ഞ് അപ്പോഴും റീചാർജ് ചെയ്യത്തില്ല, എൻ്റെ ഇല്ലെന്ന് തന്നെ പറയും. ചില ഗേൾസ് സോപ്പിടും നമ്മളെ, അതായത് എടാ എൻ്റെ റീചാർജ് തീരുവാടാ, ഇനി നിന്നെ വിളിക്കാൻ പറ്റത്തില്ലടാ, ഞാൻ ഫ്രീ ആയിരുന്നടാ. അതായത് ഇങ്ങോട്ട് വരും പറയും, എടാ തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ, എൻ്റെ റീചാർജ് തീരുമെന്ന് പറയും. അവൾ ഈ 1 മാസമായിട്ട് അവൾ വിളിച്ചിട്ടേ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ 1-2 ആഴ്ചയായിട്ട് ഞാനായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നത്. അവർ തന്നെ പറയുന്നത് നീ എന്നും വിളിക്കാറുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. തിങ്കളാഴ്ച കഴിഞ്ഞാൽ എനിക്ക് എന്നെ വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ, എനിക്ക് റീചാർജ് തീരുമെന്ന് പറയും. ഞാനിപ്പോൾ പറയും അത് കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറയും.
അപ്പോഴും പറയാം ഇല്ലടാ അത് സിമ്മ് മൊത്തത്തിൽ കട്ടാവും. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നീ റീചാർജൊക്കെ ചെയ്തിട്ട് സാവധാനം വിളിച്ചാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറയും. അപ്പോൾ ഇതാണ് അതർ ഇൻറ്റൻഷനിൽ നമ്മൾ അവൈലബിൾ ആകുമ്പോൾ വിചാരിക്കും ഓക്കെ ഇതിൽ നമ്മൾ അവൈലബിൾ ആവുന്നു, ഇത് അവൈലബിൾ ആയിട്ട് ഇതിൽ പിടിച്ച് കയറുന്നു. എന്നിട്ട് അവർ ഒരു 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 സ്റ്റേജ് എത്തുമ്പോൾ അവർക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയും, അല്ലെങ്കിൽ ഇഷ്ടത്തിലാവുമെന്ന് വിചാരിക്കും. പിന്നെ വേറെ കാര്യം, നിങ്ങൾക്കിത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പെണ്ണ് എന്നെ വിളിച്ചിട്ട് പറയണത്, എടാ ഞാനും എൻ്റെ ലൈനും കൂടെ കറങ്ങാൻ പോകുന്നുണ്ട്, ഓക്കെ എറണാകുളത്താണ് പോകണതെന്ന് പറയാം. ഓക്കെ ഞാനിപ്പോൾ കോട്ടയത്താണ് ഉള്ളത് അപ്പം കോട്ടയത്താണ് ഉള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ എറണാകുളത്തോട്ടാണ് പോകുന്നത്. അപ്പം ഇവളെന്നെ വിളിക്കുകയാണ്, ഇവളും കോട്ടയത്തുള്ള. ഇവൾ പറയാണ് ഞാനപ്പോൾ എൻ്റെ ലൈനിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നത്, ട്രെയിനിലാണ് പോകുന്നത്, നീയും കൂടെ എൻ്റെ കൂട്ടിന് പോവാ, എൻ്റെ ലൈനിൻ്റെ അടുത്തൊന്ന് കൊണ്ടുവിടുമെന്ന് പറയാം. അപ്പോൾ എനിക്ക് ആ ടൈം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം. ആ ടൈമിൽ എനിക്ക് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാമെങ്കിൽ ഞാൻ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ വേറെ ചിലതൊക്കെ ഉണ്ട്. അതായത് ലൈനിൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ വേണ്ടി നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ വേറെ പയ്യൻ, അതായത് വേറെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും, നമ്മളെയും കൂടെ വിളിക്കും ചുമ്മാ കറങ്ങാൻ. പോകുമ്പോഴും അവൻ്റെ കൂടെ ആയിരിക്കും സംസാരിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞ പോലെ അത് ലോ ക്വാളിറ്റി അവൈലബിലിറ്റി ആണ്. അതുപോലെ നിങ്ങൾ അതർ ഇൻറ്റൻഷൻ അവൈലബിലിറ്റി കൊടുക്കുന്നത്, പോരാത്തതിന് അവിടെ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നതുമില്ല. ഇനി വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ക്രഷ് നിങ്ങളുടെ കൂട്ടുകാരും കൂടെ റീൽ എടുക്കുന്നത്. ഓക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കുന്നത്, ഫോട്ടോഷൂട്ടിന് വേണ്ടി. ഓക്കെ ഫോട്ടോ എടുത്ത് തരാൻ വരുമോ എന്ന് വെച്ച് വിളിക്കുന്നത്. അല്ലെങ്കിൽ അവർ റീൽ ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടി നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഓക്കെ കൂടെ പോയി കുറച്ചൊക്കെ ഫണ്ണായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഓക്കെ ഇത്രയൊക്കെ മതി, അട്രാക്ഷൻ വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ കൂടെ പോകും. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളത് അറിയത്തില്ലെങ്കിൽ അത് പഠിക്കുന്നവരെ നിങ്ങൾ ഇതുപോലുള്ള കാര്യത്തിൽ അവൈലബിൾ ആവരുത്. മനസ്സിലായി? അതായത് ഇപ്പം നിങ്ങൾക്കിത് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തൽക്കാലത്തേക്ക് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുന്നു. നിങ്ങളിതെല്ലാം പഠിച്ചതിന് ശേഷം ചെന്നിട്ട് നിങ്ങൾ അവൈലബിൾ ആയിക്കോ. ഓക്കെ കാരണം നിങ്ങൾക്ക് പ്രോസസ്സ് കൊണ്ടുപോകാൻ അറിയാം, അപ്പോഴേ കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യം ഇപ്പോഴാലോചിച്ചത്, പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാലോചിച്ചത് എക്സാമ്പിളിന് വേണ്ടി വേറെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനാണെങ്കിൽ കുറേ നാൾ മുമ്പുള്ള കാര്യങ്ങളാണ്. അതായത് ആലുവയുള്ളൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവൾ വാട്സപ്പിൽ എനിക്ക് അറിയാതെ മെസ്സേജ് അറിയാതെ നമ്പർ മാറി വിളിച്ചതാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഇഷ്ടമുണ്ടോ അങ്ങനെ സംസാരിക്കുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞ് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇവൾ വീട്ടിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ പോലെ അമ്മയുടെ മൊബൈലിൽ നിന്നാണ് ഇവൾ വിളിക്കുന്നതൊക്കെ. അപ്പോൾ ആലുവയിൽ പള്ളിയിൽ ഇവൾ വരുന്നുണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനും വരാമെന്ന് പറഞ്ഞു. അവൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ടോ, ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. വന്നതിന് ഞാൻ പറഞ്ഞു അപ്പോൾ വന്നിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുമോ, ആദ്യമായിട്ട് കാണുമല്ലേ. അവൾ പറഞ്ഞില്ല സംസാരിക്കാനൊന്നും പറ്റത്തില്ല, അവിടെ ഉള്ളവരെല്ലാം എന്നെ അറിയുന്നവരാ, സംസാരിക്കാനൊന്നും പറ്റത്തേ ഇല്ല, വന്ന് നമുക്ക് കാണാം ചിരിക്കാം ഇങ്ങനെ പറഞ്ഞു. ഞാനപ്പോൾ മോനെ മനസ്സിൽ അഡ്ഡൂട്ടി ഒന്ന് കാണാൻ ചിരിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ആദ്യമായിട്ട് കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റ്, ഓക്കെ എല്ലാം ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കും. അതായത് എനിക്ക് ചെന്ന് മിണ്ടാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒരിടത്ത് തന്നെ ഇരിക്കും. അവളുടെ ആണെങ്കിൽ ഫോണും ഇല്ല, ഞാൻ മാറിയിരിക്കുകയാണ്. ഞാനവിടെ ഒറ്റയ്ക്ക്, എനിക്കവിടെ ആരെ അറിയത്തില്ല, ഞാനവിടെ ഒറ്റയ്ക്ക് തന്നെ ചൊറിയും കുത്തിയിരിക്കുക. അതുപോലെ ഇവളെ ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് പോകണമെന്നുണ്ട്, പോയാൽ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇരിക്കുക. മനസ്സിലായോ? ഇവിടെ പ്രോസസ്സ് മുന്നോട്ട് നടക്കുന്നില്ല. ഓക്കെ അതായത് അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഇരുന്ന് എന്നെ നോക്കിയിരിക്കുക, ഞാനും അവളെ നോക്കിയിരിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അവൾ ഓരോ തിരക്കുകൾ, അതെടുക്കാൻ ഇതെടുക്കാൻ, ഗ്ലാസ് എടുക്കാൻ, ഡ്രിങ്ക്സ് എല്ലാവർക്കും കൊടുക്കാൻ, ഇതിനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ അവളുടെ കുറേ കസിനായിട്ടുള്ള പെണ്ണുങ്ങളുണ്ട്, അവരുടെ കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അവൾക്ക് ഒരിടത്ത് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ പോകുന്നിടത്തെല്ലാം കൂടെ പോകാനും പറ്റുമോ, മിണ്ടാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, ഒരിടത്ത് തന്നെ ഇരിക്കും. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്ക് എന്തിനാടാ മൈര നീ വന്നതെന്ന് തന്നെ എനിക്ക് തന്നെ തോന്നിപ്പോയി. അതായത് വന്നു, അവിടെ ഇരുന്നു, ഞാൻ അവിടെ തന്നെ ഇരുന്ന്. അവൾ വന്ന ടൈമിൽ കുറച്ച് നേരം നോക്കി, ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അവളുടെ പണി നോക്കിപ്പോയി. ഞാൻ അവിടെ തന്നെ കുറേ നേരം കുത്തിയിരുന്നിട്ട് വീട്ടിൽ തിരിച്ചു പോയി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ബസ്സിലിരിക്കാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പെണ്ണ് വന്നപ്പോൾ നിങ്ങളെ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിലോ എന്തെങ്കിലും ഇരിക്കുകയാണ്, വന്നപ്പോൾ നിങ്ങളെ നോക്കി, നല്ലപോലെ നോക്കി, നിങ്ങളും നല്ലപോലെ നോക്കി. പാർട്ടിയിലോ എന്തെങ്കിലും വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്കറിയാൻ പറ്റും, ബസ് സ്റ്റാൻഡിലായാലും എപ്പോഴായാലും. അതായത് ഒരുപാട് നേരം ഉണ്ടെന്ന് വെച്ചോ, ഒരു 3, 4, 5 മണിക്കൂറോളം ഉണ്ടെന്ന് വിചാരിച്ചോ അവിടെ തന്നെ നിങ്ങളും അവരും. അതിൽ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പോയി മിണ്ടിയില്ലെങ്കിൽ പിന്നെ അവർ നിങ്ങളെ മൈൻഡ് എത്തുന്നില്ലായിരിക്കും. പിന്നെ അവർ അവരുടെ പണി നോക്കിയിരിക്കും. നിങ്ങളും ഓക്കെ എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത്. അതായത് അവിടെ ആദ്യം നിങ്ങൾ തമ്മിൽ നോക്കുമായിരുന്നു, പിന്നെ അവൾ വിചാരിക്കും വന്ന് മിണ്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി മിണ്ടത്തുമില്ല, അവളും കുറച്ചൊക്കെ നോക്കും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ അധികം ഇൻട്രസ്റ്റ് ഇല്ലാതെ നോക്കുമല്ലോ. അതായത് വന്നപ്പോൾ അവൾ വല്ലപ്പോഴും ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നു, നിങ്ങൾ വല്ലപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നു, നിങ്ങൾ നോക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് നോക്കുന്നു. ഒരുപാട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നാലും നോക്കുന്നുണ്ട്.
നോക്കിയതിന് ശേഷം അവൾ പിന്നെ അവളുടെ പണി നോക്കിയിരിക്കും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയിരിക്കും. നിങ്ങളും പിന്നെ അങ്ങോട്ട് നോക്കത്തില്ലായിരിക്കും, നോക്കണമെന്നുണ്ടായിരിക്കും. പക്ഷേ അവളും ആ നോട്ടമൊക്കെ വിട്ടിട്ട് അവളുടെ പണി നോക്കി തന്നെ ആയിരിക്കും. പിന്നെ അവൾ നോക്കത്തില്ലായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ പോയി മിണ്ടെങ്കിൽ ചിലപ്പോൾ വർക്കായനെ. ഞാനിപ്പോൾ ശ്രദ്ധിക്കും, ഇപ്പോൾ ലോങ് ആയിട്ട് ഒരുപാട് ബസ് യാത്ര നടത്തുമല്ലോ. ലോങ് ആയിട്ടുള്ള ബസ് യാത്ര, ലോങ് ആയിട്ടുള്ള ട്രെയിൻ യാത്ര ഞാൻ ഒരുപാട് നടത്തുമായിരുന്നു മുമ്പ്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ ആദ്യമൊക്കെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കും. ഞാൻ ട്രെയിനിൽ നിൽക്കുന്ന ദൂരെ ഒരു സീറ്റ് ഒരു പെണ്ണ് കാണും, ആ പെണ്ണിൻ്റെ കൂടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ കാണും, ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ കാണും. ഞാൻ നോക്കും, എന്നെ നോക്കുന്നുണ്ടായിരിക്കും. നോക്കിയതിന് ശേഷം കുറച്ചൊക്കെ നോക്കും. നോക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നു, അവരും അവിടെ തന്നെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ ആയതിനു ശേഷം പിന്നെ നോട്ടമൊന്നുമില്ലായിരിക്കും. പിന്നെ നോക്കിയാലും ആദ്യത്തെ ഒരു ഫീലൊന്നും കാണത്തില്ല. വെറുതെ നോക്കിയിട്ട് പിന്നെ ചിപ്സ് തിന്നുകൊണ്ട് അവിടെ ഇരിക്കും. ഇപ്പോൾ ബസ്സിലാണെങ്കിലും ഇങ്ങനെ തന്നെ. ഞാനിരിക്കുന്ന ഒരു സീറ്റാണ്, സീറ്റിന് നേരെ അപ്പുറത്തെ സൈഡിൽ, വലത്തെ സൈഡിൽ സീറ്റ് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഇടത്തെ സൈഡ് അപ്പുറത്ത് ഒരു ഗേൾ ഇരിപ്പുണ്ടായിരിക്കും, എന്നെ നോക്കുന്നുണ്ടായിരിക്കും, ഞാനും നോക്കുന്നുണ്ടായിരിക്കും. കുറേ കഴിഞ്ഞിട്ട് ആ നോട്ടം മാത്രമേ ഉള്ളൂ, ഓക്കെ, അടുത്ത ലെവലിലേക്ക് പോകുന്നില്ല, പ്രോസസ്സൊന്നും നടക്കുന്നില്ല, ഞാൻ അവൈലബിളുമാണ്, ഓക്കെ. ഇതാണ് എനിക്ക് മനസ്സിലായതെന്ന്. ഒരു മണിക്കൂർ 2 മണിക്കൂർ ഒരേ രീതിയിൽ ബസ് മുന്നോട്ട് പോകുന്നു, ഒന്നും നടക്കുന്നില്ല. അവരുടെ കൂട്ടത്തിൽ ആളുണ്ട്, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പോയി മിണ്ടാനും പറ്റുന്നില്ല. ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നോക്കി അടുത്ത ലെവലാവുന്നുമില്ല. എന്ത് പറ്റുമെന്ന് വെച്ചാൽ പിന്നെ ആ നോട്ടം അങ്ങ് നിൽക്കും. പിന്നെ അവർ ഫോണിൽ നോക്കി അവരുടെ ആരും തന്നെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരിരുന്ന് ഉറങ്ങും. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും നേരം നോക്കിയിരുന്നല്ലോ, പിന്നെന്താ ഇപ്പോൾ കിടന്ന് ഉറങ്ങിയേ? ഞാൻ ഉറങ്ങാൻ നോക്കിയിരിപ്പുണ്ടായിരുന്നല്ലോ, എനിക്കും കിടന്ന് ഉറങ്ങാമായിരുന്നല്ലോ, ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ. ഇപ്പോൾ നൈറ്റൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും. അവരിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. എനിക്കും ഉറക്കം വരുമായിരിക്കും, അവരും ഉറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് അവർ കുറച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ അവർ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ഇരുന്ന് ഉറങ്ങും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇത്ര നേരം ഉറങ്ങാതെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നില്ല, അവരെന്താ നോക്കിയിരിക്കുക, അവരിടന്ന് ഉറങ്ങി എന്താണെന്ന് വിചാരിക്കും. അപ്പോഴിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മളൊരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്ത് വെച്ചിരിക്കണം, ഓക്കെ. ഇപ്പോൾ നിങ്ങൾ നോക്കുന്നു, ഒരു ഗേൾ നിങ്ങളെ നോക്കുന്നു, രണ്ടുപേരും നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്ത് വെച്ചാൽ മതി. അതാണ് ഞാൻ പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ്സ് എന്ന് പറഞ്ഞില്ല, അതായത് ഉള്ളതിൽ നിന്ന് ചെറിയൊരു സ്റ്റെപ്പെങ്കിലും എടുത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ചെറുതായിട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തായിരുന്നു കഴിഞ്ഞ ചാനലിൽ. അതുപോലെ ഈ ചാനലിൽ മൊമെൻറ്റോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തേ. അതായത് ഇപ്പം ഞാനും ബസ്സിൽ ഇരിക്കുന്ന ഗേളോട് നോക്കിയെന്ന് പറഞ്ഞല്ലോ, അതിൽ ചെറിയൊരു സ്റ്റെപ്പ് ഞാനൊന്ന് ചിരിച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ പേരെന്തോന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും ആംഗ്യം കാണിക്കുന്നത്, ഹെയർ സ്റ്റൈൽ കൊള്ളാൻ എന്തെങ്കിലും ആംഗ്യം കാണിക്കുന്നത്, ഇതുപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഡ്രസ്സ് കൊള്ളാൻ ആംഗ്യം കാണിക്കുന്നത്, ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് ചെറിയൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അതുപോലെ തന്നെ നടക്കും. അവരങ്ങനെ ഇരുന്ന് ഉറങ്ങത്തൊന്നുമില്ല, അല്ലെങ്കിൽ മൈൻഡ് ചെയ്തിരിക്കത്തില്ല. ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച്, ഓക്കെ. ഒന്നുമില്ലാതെ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രോസസ്സ് നടക്കുന്നില്ല, അവൈലബിലിറ്റി കണ്ടമാനം കൊടുക്കുന്നുണ്ട്, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതർ ഇൻറ്റൻഷൻ അവൈലബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രോ അപ്പോൾ ഞാൻ ഹെൽപ്പ് ചോദിച്ചാൽ പോകാനേ പാടില്ലേ, ഹെൽപ്പൊന്നും ചെയ്യാനേ പാടില്ല എന്ന് ചിന്തിക്കും. ഞാൻ പറയുന്നത്, ഒരു ആവറേജ് നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഗേളാണെങ്കിൽ കുറച്ചൊക്കെ ചെയ്തോ. എന്നാലും നിങ്ങൾ തോന്നുവാണ് നിങ്ങളെ ഹെൽപ്പിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ സ്ട്രിക്റ്റ്ലി നോ. അതുകൊണ്ട് നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് ഇൻട്രസ്റ്റ് കുറയുന്നെങ്കിൽ അവർ അതിനുവേണ്ടി മാത്രം നിൽക്കുന്നതെന്നർത്ഥം. പിന്നെ വേറെ കാര്യം, നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ നിങ്ങളെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കുന്നത്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യും, അത് നിങ്ങൾ ഓവറായിട്ട് കൊടുക്കണം. എന്തൊക്കെ നിങ്ങൾ ഓവറായിട്ട് കൊടുക്കുന്നത്? നിങ്ങളുടെ മണി നിങ്ങൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ എനർജി നിങ്ങൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരത് നിങ്ങളെ യൂസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ തേവയില്ലാതെ ആവശ്യമില്ലാതെ ഓരോ ഹെൽപ്പിന് വേണ്ടി വെറുതെ കിടന്ന് വിളിക്കാൻ തുടങ്ങും. ഞാൻ അതല്ല, ഗേൾസ് സൈക്കോളജി അബൌട്ട് സെക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തല്ലോ കഴിഞ്ഞ ചാനലിൽ. അതിൽ ഞാൻ പറഞ്ഞല്ലോ, പൂച്ചയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി വിളിക്കുന്നു, ഓക്കെ, പൂച്ചയെ കുളിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ എനർജി ഇത് ചെയ്യാൻ തുടങ്ങും. അതുപോലെ റീചാർജ് ഇതെന്ന് പറഞ്ഞ് നിങ്ങളുടെ മണി, ഓക്കെ, ഇതൊക്കെ ആവശ്യമില്ലാതെ അവർ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. ഇതെല്ലാം അളവിൽ കൂടുതലായതുകൊണ്ട് എന്ത് പറ്റും, അതൊക്കെ ലോ ക്വാളിറ്റി അവൈലബിലിറ്റിയിൽ വരും. ഇപ്പോഴാണെങ്കിൽ എനിക്കറിയുന്ന പെണ്ണുങ്ങളിപ്പോൾ ഞാനിപ്പോൾ ക്രഷ് വന്ന പെണ്ണുങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യാൻ നമ്പർ വാങ്ങുമെന്ന് പറഞ്ഞല്ലോ മുമ്പ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കും. അതായത് ഇങ്ങനെ ഇരിക്കുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2018 ഈ മുസ്ലിം പള്ളിയിൽ ഉത്സവം പോലെ നടക്കുമല്ലോ, ഒരുപാട് റോളർ കോസ്റ്റർ, പാർക്ക്, അതുപോലെ ഒരുപാട് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാനൊരു ക്രഷിനോട് മിണ്ടുമായിരുന്നു. അവളുടെ കൂട്ടുകാരും കൂടെ പുറത്ത് വന്നുണ്ട്, ഒരു പെണ്ണും കൂടെ. അപ്പോഴെന്നെ വിളിച്ചേടാ വാടാ നമുക്കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നൈറ്റ്, ഓക്കെ, നൈറ്റ് ഒരു 6 മണിക്ക് പോയിട്ട് 8 മണിക്കുള്ളിൽ വരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. ഞാൻ വിചാരിച്ച് ഓക്കെ ക്രഷ് വിളിക്കുമല്ലേ, കൂടെ പോയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരുമായിട്ട് കണക്റ്റ് ആവാം, ഒരുപാട് മൊമെൻ്റൊക്കെ ഉണ്ടാക്കാം, ഓക്കെ, ഒരുപാട്
ഓർമ്മിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് ഞാനും കൂടെ പോയിട്ട് അവർ രണ്ടുപേരുമാണ് അടിച്ച് പൊളിച്ച് നടക്കുന്നത്. ഓക്കെ, അവർ രണ്ടുപേരും ഒരുപാട് മിണ്ടുന്നു. അതായത് എന്നോട് മിണ്ടുന്നില്ല, നമുക്കറിയാമല്ലോ നമ്മൾ പുറത്ത് പോകുമ്പോഴേ നമ്മളോട് മിണ്ടുന്നുണ്ടോ, നമ്മളോട് സംസാരിക്കുന്നുണ്ടോ അതൊക്കെ അറിയാം. അപ്പോൾ ഒരു 10-20 അരമണിക്കൂറിനുള്ളിൽ തന്നെ മനസ്സിലായി ഇത് അതായത് അതർ ഇൻറ്റൻഷൻ അവൈലബിലിറ്റിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന 6-8 2 മണിക്കൂർ ഞാൻ വെറുതെ അവൈലബിലിറ്റി കൊടുത്തുകൊണ്ടിരിക്കും. അതർ ഇൻറ്റൻഷൻ അവൈലബിലിറ്റി ഉണ്ട്, അതിന് വാല്യൂ ഇല്ല. ഓക്കെ, അവർക്ക് എൻ്റെ അവൈലബിലിറ്റി വേണ്ട. ഓക്കെ, വെറുതെ കൂട്ടിന് വിളിച്ച്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവാം, നിങ്ങൾ എന്നോട് മിണ്ടുന്നില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനങ്ങ് പോയി. ഇതേപോലെ തന്നെ ഏതാണ്ട് എറണാകുളത്ത് വെച്ച് ഓക്കെ, ഞാനെന്തോ ആവശ്യത്തിന് എറണാകുളത്ത് വെച്ച് പണ്ട് മിണ്ടിയൊരു പെണ്ണിനെ എനിക്കറിയാം. അവളെ ഞാൻ വിളിച്ച്. ഓക്കെ, അവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിണ്ടുന്നുണ്ട്. അവളോട് ഞാൻ ചോദിച്ചു ഇപ്പോൾ എവിടെ ഉള്ള, എറണാകുളത്തുണ്ടോ ചോദിച്ചു. അവൾ പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ട്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടാ, ഞാൻ പുറത്ത് തന്നെ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഉണ്ട്, ഈ സൗത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞ്. ഓക്കെ, സൗത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞ്. ഞാൻ വിചാരിച്ച് എന്നാൽ പോകാമെന്ന് വിചാരിച്ച് ഞാനും പോയി. കിട്ടിയ ബസ് കയറി ഞാൻ സൗത്തിൽ പോയി. സൗത്താണോ നോർത്താണോ, സൗത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ എന്നോട് വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ സൗത്തോ നോർത്തോ എത്തുമെന്ന് പറയുന്നുണ്ട്, റെയിൽവേ എത്താറായെന്ന് പറയുന്നുണ്ട്. അവൾ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു ആരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു നീ വാ ഞങ്ങളിവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ് കൂടെ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എടാ കുഴപ്പമില്ല നീ വാ നമുക്ക് കാണാമെന്ന് പറഞ്ഞ്. അവിടെ ചെന്നപ്പോൾ അവൾ പറഞ്ഞ് എടാ അടുത്തൊരു ഹോട്ടലുണ്ട് നീ അങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ റെയിൽവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ളൊരു ഹോട്ടലിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ഇത്ര പേരെ ഇരിക്കുന്നത്, ഒരു ചായ വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ. വന്നപ്പോൾ പറഞ്ഞ് എടാ ഈ ചായ നിനക്കാണെന്ന് പറഞ്ഞ്. ഞാൻ ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറഞ്ഞു എടാ എന്നാൽ ശരി ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇതെന്തോ വന്ന ഉടനെ പോകണമെന്ന് ചോദിച്ചു. വെറുതെ നിന്നെ കണ്ടിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ഈ ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയാണോ നീ വിളിച്ചത്, എന്നാൽ പിന്നെ ഇത് ഗൂഗിൾ പേ തന്നെങ്കിൽ ഞാൻ അവിടെ എല്ലാം പോയി കുടിക്കുമായിരുന്നല്ലോ, എന്തിനും ഇവിടെ വരെ വരുത്തേ, നീ ഇങ്ങനെ ആളുകളെ കാണാൻ വന്ന ഉടനെ ചായ കുടിച്ചിട്ട് ഉടനെ പോവുകയാണോ ചെയ്യുന്നത്, ഇവർ വന്നിട്ട് എത്ര നേരമായെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു എടാ നീ എന്തോ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് തുണി എടുക്കാനൊക്കെ പോകുന്നുണ്ട്, എന്നാൽ നീയും കൂടെ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കെങ്ങും ഞാനൊന്നും വരുന്നില്ല, ഞാനിപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് ചായ കുടിച്ചില്ല. എന്നിട്ടാണെങ്കിൽ ഞാൻ ഗൂഗിൾ പേയിൽ 20 രൂപ എടുത്തിട്ട് 20 രൂപ അവൾക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് ഞാൻ 20 രൂപ അയച്ചിട്ടുണ്ട്, ചായയുടെ പൈസ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എന്നോട് മിണ്ടുന്നെങ്കിൽ മിണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോക്കോളാം, എന്തോ ഞാൻ നിൽക്കണോ പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് എടാ ഞാൻ ഇവരുടെ കൂടെ തുണി എടുക്കാനൊക്കെ പോകാനിരിക്കുക, ഒരു കാര്യം ചെയ്ത് നമുക്ക് നാളെ കണ്ടാൽ മതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഇവരുടെ കൂടെ തുണി എടുക്കാൻ പോകും, ശരി എന്നാൽ നാളെ കാണാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൾ തുണി എടുക്കാൻ പോയി, ഞാൻ തിരിച്ചും പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് കണ്ടില്ല, അത് കഴിഞ്ഞ് വേറൊരു ദിവസം കണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അവിടെ അവൈലബിൾ ആയെന്ന് വെച്ചോ, ഇപ്പം ഞാൻ ചായ കുടിക്കാനൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് അവർ തുണി എടുക്കാനൊക്കെ പോയി അവരുടെ കൂടെ പോയെങ്കിൽ ഞാൻ അവിടെ ലോ ക്വാളിറ്റി, അതായത് അതർ ഇൻറ്റൻഷൻ അവൈലബിലിറ്റിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. അവർ വേറെ ഇതിന് എൻ്റെ അവൈലബിലിറ്റി ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ചിലയിടത്ത് നിങ്ങൾ ക്വാളിറ്റി ആയിട്ട് അവൈലബിലിറ്റി കൊടുത്താലും കാര്യമില്ല. അതായത് നിങ്ങൾ വിചാരിക്കുക ഞാൻ കുറച്ച് അവൈലബിലിറ്റി കൊടുക്കാം, ഞാൻ ഒരുപാട് അവൈലബിലിറ്റി ഒന്നും കൊടുക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ കൊടുക്കുന്നുള്ളൂ എന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. ചിലയിടത്ത് നിങ്ങളെ വിളിക്കുന്ന തന്നെ ലോ ക്വാളിറ്റി അവൈലബിലിറ്റി തരാനായിരിക്കും. ഓക്കെ, ചിലയിടത്ത് നിങ്ങളുടെ അവൈലബിലിറ്റി വേണ്ട, വെറുതെ നിങ്ങളെ കൂടെ വിളിക്കുന്ന അത്രേ ഉള്ളൂ. അതായത് യഥാർത്ഥ അവൈലബിലിറ്റി ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അവരും തമ്മിൽ മിണ്ടുന്നുണ്ടോ, നിങ്ങൾ അവരും തമ്മിൽ സംസാരിക്കാനും മിണ്ടാനൊക്കെ ടൈം കിട്ടുന്നുണ്ടോ, അത് വെറുതെ വിളിക്കുവാണോ. നിങ്ങൾ അവരും തമ്മിൽ ഓപ്പണായിട്ട് മിണ്ടാൻ പറ്റുന്നില്ല, കണക്റ്റ് ആകാൻ പറ്റുന്നില്ല, നിങ്ങൾ തമ്മിൽ മിണ്ടുന്നേ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, അതുപോലത്തെ ഓരോ അവൈലബിലിറ്റിയിൽ നിങ്ങൾ ഇരിക്കല്ലേ. അപ്പോൾ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ അവൈലബിലിറ്റി കുറച്ച് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവൈലബിലിറ്റി കറക്റ്റായിട്ട് കൊടുക്കുന്നതോ കൂടുതൽ കൊടുക്കാതിരിക്കുന്നതോ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കാര്യമുണ്ട്. പിന്നെ അവൈലബിലിറ്റി ആൻഡ് ക്വാളിറ്റിയിൽ മുമ്പുള്ള പോയിൻ്റ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ക്വാളിറ്റി ആയിട്ട് അവൈലബിലിറ്റി കൊടുത്തതിന് ശേഷം ബോറിംഗ് ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ നിങ്ങൾ അവൈലബിൾ ആയാലും ഉള്ളതിൻ്റെ പവറോടെ കുറഞ്ഞു പോകും. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങളിപ്പോൾ ഒരു മണിക്കൂർ സംസാരിച്ച്, ഓക്കെ, ഒരു മണിക്കൂർ നല്ലപോലെ സംസാരിച്ച്, ഒരു മണിക്കൂർ നല്ലപോലെ ജോളിയായിട്ട് ഫണ്ണായിട്ട് രണ്ടുപേരും അങ്ങോട്ടും നല്ലപോലെ സംസാരിച്ച്, ഓക്കെ, അതേ വരെ അവൈലബിലിറ്റി കറക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടോപ്പിക്കില്ല, അവർക്ക് ടോപ്പിക്കില്ല, പിന്നെന്താ വേറെന്താന്ന് പറയാം. ഓക്കെ, അപ്പോഴും നിങ്ങൾ കോൾ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവൈലബിൾ ആയാലും നിങ്ങൾ ഒരു അരമണിക്കൂറോടെ സംസാരിക്കുമായിരിക്കും. പിന്നെന്താ വേറെന്താ ടോപ്പിക്ക്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് കണ്ടുപിടിച്ച് ഏച്ച് കെട്ടി കുറേ നേരം സംസാരിക്കും. അപ്പോഴും നിങ്ങൾ ക്വാളിറ്റി ആയിട്ട് ഒരു മണിക്കൂർ സംസാരിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അരമണിക്കൂർ നിങ്ങൾ ബോറിംഗ് ആയിട്ട് സംസാരിച്ച്, ഓക്കെ, രണ്ടുപേരും. അപ്പോഴും 1.5 മണിക്കൂർ മൊത്തം സംസാരിച്ചിട്ട് വയ്ക്കുമ്പോഴും അവരുടെ ഫീല് 1.5 മണിക്കൂർ ഞാൻ ബോറിംഗ് ആയിട്ട് സംസാരിച്ചെന്നായിരിക്കും അവരുടെ ഉള്ളിൽ തോന്നുന്നത്. നിങ്ങൾ 1 മണിക്കൂർ നല്ലപോലെ സംസാരിച്ചത്, ബാക്കി അരമണിക്കൂർ വെറുതെ സംസാരിച്ചതുകൊണ്ട് 1.5 മണിക്കൂറും വെറുതെ സംസാരിച്ച പോലായിരിക്കും അവരുടെ ഉള്ളിൽ തോന്നുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കും അവരുടെ ഉള്ളിൽ. ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റി ടൈം അവരുടെ ഉള്ളിൽ തോന്നുന്നൊരു ഫീലിങ്സാണ്. ഓക്കെ,
അല്ലാതെ അവർ കറക്റ്റായിട്ട് ലോജിക്കായിട്ട് ചിന്തിക്കാൻ അറിയത്തില്ല. 1 മണിക്കൂർ ഞാൻ നല്ലപോലെ സംസാരിച്ച് അത് കഴിഞ്ഞ് അരമണിക്കൂറല്ലേ ഞാൻ ബോറിംഗ് ആയിട്ട് സംസാരിച്ചുള്ളൂ എന്ന് അവരുടെ ഉള്ളിൽ തോന്നത്തില്ല. അതൊരു ഫീലിങ്സാണ്. അവർ ചിന്തിക്കുന്നത് 1 മണിക്കൂർ ഞാൻ ബോറിംഗ് ആയിട്ട് സംസാരിച്ചെന്ന് തോന്നും. വേറെ എക്സാമ്പിൾ ഇത് തന്നെ പലതായിട്ട് പറയാം. ഓക്കെ, 15 മിനിറ്റ് നിങ്ങൾ നല്ലപോലെ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കി 15 മിനിറ്റ് ബോറിംഗ് ആയിട്ട് ടോപ്പിക് എന്ത് സംസാരിക്കണമെന്നറിയാതെ ഏത് ഡയറക്ഷനൊന്നും അറിയാതെ നിങ്ങൾ തന്നെ ഇങ്ങനെ പകച്ച് നിന്ന് സംസാരിക്കും എന്തൊക്കെയോ. അപ്പോഴും അവരുടെ ഉള്ളിൽ ഫീല് അരമണിക്കൂർ ബോറിംഗ് ആയിട്ട് സംസാരിച്ചെന്ന് തോന്നും. ഓക്കെ, ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ നല്ലപോലെ സംസാരിച്ച് ബാക്കി 15 മിനിറ്റ് കുളമാക്കിയെന്ന് വെച്ചു. ഓക്കെ, അവർ ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഫീല് നിങ്ങളുടെ അവൈലബിലിറ്റി അരമണിക്കൂർ അവൈലബിലിറ്റിയും ക്വാളിറ്റി ഇല്ലാത്ത അവൈലബിലിറ്റി പോലെ തോന്നും. അപ്പോൾ മനസ്സിലാക്കിയോ, ക്വാണ്ടിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല, ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻറ്റ്. അട്രാക്ഷൻ്റെ കാര്യത്തിൽ അവൈലബിലിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിക്കാണ്. നിങ്ങൾ 10 മിനിറ്റ് ക്വാളിറ്റി ആയിട്ട് സംസാരിച്ചോ, അത് മാത്രം മതി. അപ്പോൾ അവർ ചിന്തിക്കും, നിങ്ങളുടെ പേര് അഭിജിത്ത് എന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾ 10 മിനിറ്റ് സംസാരിച്ചു, ഓക്കെ, ക്വാളിറ്റി ആയിട്ട്. എന്നിട്ട് നിങ്ങൾ എന്തോ തിരക്കോ എന്തെങ്കിലും പറഞ്ഞ് വെച്ചിട്ട് പോകണം. അപ്പോൾ അവർ ചിന്തിക്കും, ഓക്കെ, ഞാൻ അർജുനോട് അല്ലെങ്കിൽ അഭിജിത്തിനോട് ഞാൻ ക്വാളിറ്റി ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചെന്ന് ഫീൽ ആവും അവർക്ക്. സംടൈംസ് അവർക്ക് ഒരുപാട് സംസാരിക്കുകയാണ്, 1-2 മണിക്കൂർ സംസാരിക്കും. ടോപ്പിക്ക് തീരുന്നതിന് മുമ്പേ, ബോറിംഗ് ആവുന്നതിന് മുമ്പേ നിങ്ങൾ കട്ടാക്കണം. ഓക്കെ, ബോറിംഗ് ആയതിനു ശേഷം കട്ടാക്കുന്നതിനേക്കാളും ബോറിംഗ് ആവുന്നതിന് മുമ്പേ കട്ടാക്കുന്നത് നല്ലത്. ഓക്കെ, അപ്പോഴേ കട്ടാക്കുമ്പോൾ ഓക്കെ, ഞാൻ അഭിജിത്തിനോട് ഇന്ന് കുറേ നേരം നല്ലതുപോലെ സംസാരിച്ച് എന്നൊരു ഫീൽ അവർക്ക് കാണും. ഞാൻ വീണ്ടും പറയുകയാണ്, ക്വാളിറ്റി ആയിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ അവൈലബിലിറ്റി ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് അവരുടെ ഉള്ളിൽ തോന്നുന്നൊരു ഫീലിങ്സാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്ത ആളുകൾക്കും ടോപ്പിക്കൊന്നും കിട്ടാത്ത ആളുകൾക്കും വേണ്ടി ഒരു കോഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഇതിൽ 3 ചാപ്റ്ററായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കോൺവെർസേഷനിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ കോൺവെർസേഷനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, അത് 2 ചാപ്റ്ററായിട്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ ടോപ്പിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് 3ാമത്തെ ഒരു ചാപ്റ്റർ. കോഴ്സ് വേണ്ടവർ ഇൻസ്റ്റാഗ്രാമിൽ പോയി വാങ്ങിക്കോ, മിസ്സാക്കരുത്, വാങ്ങിക്കോ.